ഹലോ, ഒന്നും കേൾക്കണില്ലല്ലോ. സർ ഓഡിബിൾ അല്ല. ഗുഡ് ഈവനിങ്. ഇപ്പം നമ്മൾ നീൽസ് അക്കാദമി +2 സേ എക്സാമിന്റെ പോർഷൻസ് തുടങ്ങുകയാണ്. അതിലെ ഫസ്റ്റ് ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതാണ് നമ്മൾ തുടങ്ങുന്നത്. ഇപ്പോൾ നമ്മൾ +1 എന്താണ് റിലേഷൻ, അതുപോലെ തന്നെ എന്താണ് ഫങ്ഷൻസ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റിലേഷൻസിന്റെ ടൈപ്സും അതുപോലെ തന്നെ ഫങ്ഷൻസിന്റെ ടൈപ്സും ആണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. സോ ഹലോ ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കാം. ഓക്കെ, അപ്പോ ജസ്റ്റ് ആദ്യം മുതൽ സ്റ്റാർട്ട് ചെയ്യണോ? റെക്കോർഡിംഗ് ഒന്ന് ഫസ്റ്റ് തൊട്ട് ഒന്ന് സ്റ്റാർട്ട് ചെയ്തോളൂ. ഇപ്പൊ കേൾക്കണ്ടല്ലോ അല്ലെ? കേൾക്കുന്നുണ്ട്. ഗുഡ് ഈവനിങ് ആൾ ഓഫ് യു. ഇപ്പൊ നമുക്ക് +2 സേന്റെ ഫസ്റ്റ് ചാപ്റ്റർ സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അപ്പോൾ നമ്മൾ ഓൾറെഡി +1 എന്താണ് റിലേഷൻസ്, അതേപോലെ തന്നെ എന്താണ് ഫങ്ഷൻസ് എന്നൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ റിലേഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ് ആണ് പറയുന്നത്, അതേപോലെ തന്നെ ഫങ്ഷൻസിന്റെ ഡിഫറെന്റ് ടൈപ്സ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം എന്താണ് റിലേഷന്റെ ടൈപ്സ് ഒക്കെ പോകുന്നതിന് മുന്നേ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങാം. സോ ഞാൻ 2 സെറ്റുകൾ എടുക്കുകയാണ്. A=1,2 എന്ന് പറയുന്ന ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ B=2,3 ഇങ്ങനെ ഒരു സെറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഫസ്റ്റ് എങ്ങനെയാണ് A ക്രോസ് B കണ്ടുപിടിക്കുക എന്ന് നോക്കാം. നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത് A ക്രോസ് B ആണ്. ഓക്കെ, A ക്രോസ് B സെറ്റ് ഓഫ് ഓൾ. ഇതിൽ നമ്മൾ ആദ്യത്തെ ഫസ്റ്റത്തെ എലമെന്റ് ചൂസ് ചെയ്യാം. ഇപ്പൊ ഫസ്റ്റത്തെ എലമെന്റ് 1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ 1
കോമ 1 വിത്ത് ബിയിലെ ഫസ്റ്റത്തെ എലമെന്റ്. ഓക്കെ, 1,2 ഒരു പെയർ നമ്മൾ എഴുതും. ഇതേപോലെ തന്നെ നമുക്ക് 1 വിത്ത് അടുത്ത ആള് 3 പറയാം അല്ലെ. അപ്പൊ അടുത്തൊരു എലമെന്റ് പറയുമ്പോൾ എങ്ങനെ വരണം? 1,3. ഓക്കെ, അപ്പൊ അവിടുത്തെ ആ പോസിബിലിറ്റീസ് കഴിഞ്ഞു. നമ്മൾ നെക്സ്റ്റ് എലമെന്റ് ഏത് ചൂസ് ചെയ്യണം? 2 ചൂസ് ചെയ്യണം അല്ലെ. 2 ചൂസ് ചെയ്യുന്ന സമയത്ത് അതെന്തായിട്ട് മാറും? 2,2 എന്നും അതേപോലെ അടുത്തത് അതായത് 2,2 നെക്സ്റ്റ് 2,3 എലമെന്റ്സ് അടുത്ത എലമെന്റ് എന്തായിട്ട് മാറും? 2,3 എന്നുമായിട്ട് മാറും. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് പറയുന്നത്? എ ക്രോസ് ബി എന്ന് പറയുന്നത്. ഓക്കെ, പിന്നെ നമ്മൾ എ ക്രോസ് ബി മാറിയതിനു ശേഷം നമുക്ക് എ ക്രോസ് എ എന്താന്ന് നോക്കാം. ഇപ്പൊ ഇതുവരെ നമുക്ക് ആദ്യം തന്നത് 2 സെറ്റ് ഉണ്ടായിരുന്നു. ഇനി നമുക്ക് എ എന്ന് പറയുന്ന ഒരൊറ്റ സിംഗിൾ സെറ്റ് മാത്രമേ ഉള്ളൂ. 1,2 ആണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് എ ക്രോസ് എ എഴുതാന്ന് നോക്കാം. ഓക്കെ, അപ്പൊ എങ്ങനെ എ ക്രോസ് എ എഴുതുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ആദ്യം നമ്മൾ എന്ത് എഴുതണം? 1,1 എന്ന് എഴുതണം. അതായത് ഫോർ എക്സാമ്പിൾ ഒന്നുകൂടി വേണമെങ്കിൽ നമ്മുടെ സംശയമുള്ളവർ 1, 2 എന്ന് എഴുതി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആദ്യം എന്ത് ചെയ്യണം? 1,1 ദെൻ എന്ത് എഴുതണം? 1,2 അല്ലെ. അടുത്ത പേര് എഴുതേണ്ടത് 1,2. ഓക്കെ, നെക്സ്റ്റ് വരുന്നത് 2,1 അല്ലെ. ഇപ്പൊ നമ്മൾ എഴുതുന്നത് 2,1 ദെൻ 2,2. ഓക്കെ, 2,2. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ എന്ത് എഴുതാറ്? എ ക്രോസ് എ എഴുതാറ്. ഓക്കെ, അപ്പൊ നമുക്ക് എങ്ങനെയാണ് എ ക്രോസ് ബി എഴുതുക, അതിനുശേഷം എ ക്രോസ് എ എങ്ങനെ എഴുതാന്ന് നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കും. ഓക്കെ, ഇനി വേണമെന്നുണ്ടെങ്കിൽ ഒരു സെറ്റ് കൂടി ഞാൻ കാണിച്ചു തരാം. എ ഈക്വൽ ടു നമുക്ക് 2, 3 എന്ന് പറയുന്ന ഒരു സെറ്റും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് എ ക്രോസ് എ വരിക എന്ന് നോക്കാം. എ ക്രോസ് എ ഈക്വൽ ടു എങ്ങനെ വരും? ഇസ് ഈക്വൽ ടു ഒന്ന് പറഞ്ഞു നോക്കാം. കൂടെ എന്ത് പറയാം? നമുക്ക് ഓർഡേഡ് പെയർ 2,2. ഓക്കെ, പിന്നെ അടുത്തത് ആര് വരും? 2,3 വരും അല്ലെ. നെക്സ്റ്റ് നമ്മൾ എടുക്കേണ്ടത് 3,2ഉം അതേപോലെ തന്നെ നമുക്ക് എന്ത് വരും? 3,3 എന്നും വരും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ നമുക്ക് എന്താണ് എ ക്രോസ് എ ക്രോസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളത് നമുക്ക് ക്ലിയർ ആയിട്ടുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് എന്താണ് റിലേഷൻ എന്നാണ് അല്ലെ. അപ്പൊ എന്താണ് റിലേഷൻ എന്നുള്ളത് നമ്മളോട് ഓൾറെഡി പറഞ്ഞു വെച്ചിട്ടുണ്ട്. മാർക്ക് ചെയ്യുന്നത് എനി സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ ഈസ് എ റിലേഷൻ ഫ്രം എ ടു എ എന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ സിംപ്ലി നമ്മളോട് എന്താണ് റിലേഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത്? റിലേഷൻ എന്ന് പറയുന്നത് ഈസ് എ സബ്സെറ്റ് ഓഫ് എ ക്രോസ് എ അല്ലെ. എ ക്രോസ് എ നമ്മൾ എഴുതി കഴിഞ്ഞാല് ആ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് എടുത്തു കഴിഞ്ഞാൽ വളരെ ആയിരിക്കും റിലേഷൻ ആയിരിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇത് നമ്മള് റിലേഷന്റെ ഡെഫിനിഷനും ടൈപ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ +1 പഠിച്ചതാണ്. ഇവിടെ നമ്മൾ മെയിൻ ആയിട്ട് പഠിക്കുന്നത് ഈ റിലേഷൻ എന്ന് പറയുന്നത് എത്ര തരത്തിലുണ്ട് എന്നുള്ളതാ പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് പലതരത്തിലുള്ള റിലേഷൻസ് ഉണ്ട്. അപ്പൊ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ടൈപ്സ് ഓഫ് റിലേഷൻ ആണ്. ഓക്കെ, നമ്മൾ എന്താ പറയുന്നത്? ഫസ്റ്റ് എന്ന് പറയുന്നത് ടൈപ്സ് ഓഫ് റിലേഷൻസ് എത്ര ടൈപ്സ് ഓഫ് റിലേഷൻസ്. ഓക്കെ, അപ്പൊ നമുക്ക് ആദ്യം പറയേണ്ട റിലേഷൻ ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എം ടി റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം പറയേണ്ട റിലേഷൻ എന്ന് പറയുന്നത് എം ടി റിലേഷൻ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഒരു റിലേഷനെ എം ടി റിലേഷൻ എന്ന് പറയാന്ന് നോക്കണം അല്ലെ. അപ്പൊ ശ്രദ്ധിക്കുക, ഒരു റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കോൾഡ് എം ടി റിലേഷൻ ഇഫ് no element of A is related to any element of A. ഓക്കെ, ഒരു റിലേഷനെ എം ടി റിലേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എയിലുള്ള ഒരു എലമെന്റും എന്ത് ചെയ്യരുത്? എയിലുള്ള വേറൊരു എലമെന്റ് ആയിട്ട് റിലേറ്റ് ചെയ്യരുത് അല്ലെ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എം ടി റിലേഷൻ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? ആർ ഇസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ എം ടി റിലേഷൻ എന്ന് പറയുന്നു. ഈ എം ടി റിലേഷൻ എന്ന് പറയുന്നത് എന്തിന്റെ സബ്സെറ്റ് തന്നെയാണ്? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ് അല്ലെ. അപ്പോ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എം ടി സെറ്റ് എന്ന് പറയുന്നത് ഏതൊരു സെറ്റിന്റെയും എന്തിനായിട്ട് വരാം? സബ്സെറ്റ് ആയിട്ട് വരാം. അപ്പൊ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് ആണ് ആര് വരുന്നത്? 5 എന്ന് പറഞ്ഞത്. അപ്പൊ നമ്മളെ റിലേഷൻ ആർ എന്ന് പറയുന്നത് 5 എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ റിലേഷൻ എന്ത് റിലേഷൻ എന്ന് പറയണം? നമുക്ക് എം ടി റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി ഇതുപോലെ നമുക്ക് വേറൊരു റിലേഷൻ കൂടി ഉണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞത് നമ്മൾ എന്താ പറഞ്ഞത്? എം ടി റിലേഷൻ. എം ടി റിലേഷൻ എന്ന് പറഞ്ഞേ നോ എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എനി എലമെന്റ് ഓഫ് എ. അതായത് ഒരു എയിലുള്ള ഒരു എലമെന്റും എന്ത് ചെയ്യുന്നില്ല? എയിലെ മറ്റ് എലമെന്റ്സ് ആയിട്ട് റിലേറ്റ് ചെയ്യുന്നില്ല. അതായിരുന്നു നമ്മുടെ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എം ടി റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമ്മൾ അടുത്ത റിലേഷൻ പറയാൻ പോവാണ്. അടുത്ത റിലേഷന്റെ പേരാണ് യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, എന്താ അടുത്ത റിലേഷന്റെ പേര് എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സൽ റിലേഷൻ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഒരു റിലേഷനെ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയാം എന്നാ നോക്കണം കേട്ടോ. അപ്പൊ എന്താ പറയണേ? എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ ഈസ് കാൾഡ് യൂണിവേഴ്സൽ റിലേഷൻ
ഇഫ് ഈച്ച് എലമെന്റ് ഓഫ് എ ഈസ് റിലേറ്റഡ് ടു എവറി എലമെന്റ് ഓഫ് എ എന്ന് പറയും. ഓക്കെ, എന്താ പറയണത്? അതായത് ഒരു റിലേഷൻ എയിലുള്ള എല്ലാ എലമെന്റ്സും എയിലുള്ള ബാക്കിയുള്ള എല്ലാ എലമെന്റ്സിനോടും എന്തായിട്ട് വരികയാണ്? റിലേറ്റഡ് ആയിട്ട് വരികയാണെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാം? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും അല്ലെ. ഇപ്പൊ ഞാൻ ആർ ഈക്വൽ ടു എ ക്രോസ് എ എന്ന് പറയുന്ന സെറ്റ് എടുത്തു കഴിഞ്ഞാൽ ആ ആറ് കംപ്ലീറ്റ് ആയിട്ട് എന്തെന്നെ വരികയാണ്? എ ക്രോസ് എ വരികയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാം? അതായത് യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ ആയിട്ട് നോക്കാം അല്ലെ. ഇപ്പൊ നമ്മുടെ ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയാണ് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കുന്നു അല്ലെ. എ എന്ന് പറഞ്ഞ സെറ്റ് എടുക്കുമ്പോൾ നേരത്തെ എഴുതിയ പോലെ തന്നെ 2, 5 എന്ന് പറഞ്ഞ ഒരു സെറ്റ് ആണ് എടുത്തതെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ നമ്മുടെ എ ക്രോസ് എ എന്ന് പറയുന്നത് എന്തായിട്ടാ മാറാം? എ ക്രോസ് എ ഈക്വൽ ടു എന്ത് വരും? 2,2 വരും. അതേപോലെ ആര് വരും? 2,5 വരും. അടുത്തത് ആര് വരും? നമുക്ക് 5,2 വരും. അതേപോലെ തന്നെ നമുക്ക് എന്ത് വരും? 5,5 അല്ലെ. അപ്പൊ ഇതാണ് നമ്മുടെ എന്ത് വരാറ്? എ ക്രോസ് എ എന്ന് വരുന്നത്. അപ്പൊ ഈ എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റ് ആണ് ആര്? 5 എന്ന് പറയുന്നത് അല്ലെ. 5 എന്ന് പറഞ്ഞ അതായത് നമ്മൾ പഠിച്ചിട്ടുണ്ട് എം ടി സെറ്റ് ഈസ് എ സബ്സെറ്റ് ഓഫ് എവറി സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. അപ്പം ഈ ഒരു എം ടി സെറ്റിനെ നമ്മൾ റിലേഷൻ ആയിട്ട് എടുത്ത ആർ ഈക്വൽ ടു 5 എടുത്തു കഴിഞ്ഞാൽ അങ്ങനത്തെ ആ റിലേഷന് നമ്മൾ എന്ത് പറയും? എന്ത് റിലേഷൻ എന്ന് പേരിട്ട് വിളിക്കുന്ന പറഞ്ഞത്? എം ടി റിലേഷൻ എന്ന് പേരിട്ട് വിളിക്കും. ഓക്കെ, രണ്ടാമത് പഠിച്ച റിലേഷന്റെ പേരെന്താന്ന് പറഞ്ഞത്? യൂണിവേഴ്സൽ റിലേഷൻ അല്ലെ. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ഈ എ ക്രോസ് എ എന്ന് പറയുന്ന ഈ റിലേഷൻ തന്നെ അല്ലെ. എന്താ എ ക്രോസ് എ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മുടെ കയ്യില്? അതായത് 2,2 അതേപോലെ തന്നെ 2,5 പിന്നെ അടുത്ത് വരും 5,2 5,5 ഇങ്ങനെ എഴുതുന്ന ഈ മൊത്തം അതായത് എ ക്രോസ് എയിലുള്ള എല്ലാ എലമെന്റ്സിനെയും നമ്മൾ എടുത്തിട്ട് ആർ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ ഇങ്ങനെ വിളിക്കുകയാണെങ്കിൽ ആറും എ ക്രോസ് എ കൂടി എന്താ വരിക? ഈക്വൽ ആയിട്ട് വരും അല്ലെ. അപ്പൊ അങ്ങനെയുള്ള റിലേഷനെയാണ് നമ്മൾ എന്ത് പറയാം? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളിപ്പോ പറഞ്ഞു നിർത്തിയത് എന്താ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? റിലേഷൻസ് ഉണ്ട്. റിലേഷനിലെ നമ്മൾ ടൈപ്പ് ഓഫ് റിലേഷനാ പറഞ്ഞത്. അപ്പൊ ആദ്യം പഠിച്ച റിലേഷൻ ആയിരുന്നു നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എം ടി റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, സെക്കൻഡ് വൺ റിലേഷൻ നമ്മളിപ്പോ എന്ത് റിലേഷൻ എന്നാ പറഞ്ഞിട്ടുള്ളത്? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. ഓക്കെയാണ് പറഞ്ഞത്. ആദ്യത്തെ റിലേഷൻ എന്താ പറഞ്ഞത്? എം ടി റിലേഷൻ എന്നും രണ്ടാമത്തെ റിലേഷൻ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു? യൂണിവേഴ്സൽ റിലേഷൻ എന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഈ രണ്ട് റിലേഷനെ കൂടി നമ്മൾ ചേർത്തിട്ട് കോമൺ ആയിട്ട് വിളിക്കുന്ന പേരാണ് ഇത് ട്രിവ്യൽ റിലേഷൻ. എന്താ പറയാ? എം ടി റിലേഷനെയും യൂണിവേഴ്സൽ റിലേഷനെയും ടുഗദർ ആയിട്ട് നമ്മൾ എന്ത് പറയണം? ട്രിവ്യൽ റിലേഷൻസ് എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത് രണ്ടും നമ്മൾ ബേസിക് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കുറെ കാര്യങ്ങളാണ്. ഇനിയാണ് നമ്മുടെ മെയിൻ ആയിട്ട് വരുന്ന എന്ത് വരുന്നത്? അതായത് മെയിൻ കാര്യങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, അപ്പോ ആദ്യം പറയാനുള്ള റിലേഷൻ എന്ന് പറയുന്നത് ഇനി കേട്ടോ. അപ്പൊ ഓക്കെ, നമ്മൾ ഇനി അടുത്തത് പറയാൻ പോണ റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഒരു റിലേഷനെ നമ്മൾ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയാണ് നോക്കാം അല്ലെ. ഒരു റിലേഷനെ റിഫ്ലെക്സീവ് എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ എന്ന് പറയുന്ന പെയേഴ്സ് എവിടെ ഉണ്ടായിരിക്കണം? നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. എ എന്ന് പറയുന്ന ഇവിടെയുള്ള എലമെന്റ് ആയിരിക്കും എ എലമെന്റ് ഓഫ് എ ആയിട്ട് മാറണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇത്ര കാര്യങ്ങളാണ് പറഞ്ഞത്. ഒരു റിലേഷനെ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ ആ റിലേഷന്റെ ഉള്ളിൽ നമുക്ക് ഏതൊക്കെ എലമെന്റ്സ് ഉണ്ടാവണം? എ കോമ എ എന്ന് പറയുന്ന എലമെന്റ്സ് ഉണ്ടാവും. ഏതെങ്കിലും ഒരു എക്ക് മതിയോ? പോരാ. ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ. എയിൽ എത്ര എലമെന്റ് ഉണ്ടോ അവയ്ക്കൊക്കെ കറസ്പോണ്ടിങ് ആയിട്ട് എങ്ങനത്തെ ഉള്ള എലമെന്റ്സ് ഉണ്ടായിരിക്കണം? എ കോമ എ എന്ന് പറയുന്ന തരത്തിലുള്ള എലമെന്റ്സ് അവിടെ ഉണ്ടായിരിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇനി നോക്കാം നമുക്ക്. അപ്പൊ എന്താ ഇപ്പൊ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ എ എന്ന് പറഞ്ഞ ഒരു സെറ്റ് എടുക്കുകയാണ്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1, 2 എന്ന് പറഞ്ഞ ഒരു സെറ്റ് ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു റിലേഷൻ എഴുതാണ്. ആർ ഈക്വൽ ടു ഇത് എഴുതാണ് 1,1 പിന്നെ ഞാൻ പറഞ്ഞിരിക്കുന്നു 1,2 അതേപോലെ തന്നെ 2,2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, ഇതാണ് നമ്മുടെ റിലേഷൻ എടുത്തിരിക്കുന്നത്. നമ്മൾ എ ക്രോസ് എ എഴുതിയിട്ട് അതിലെ കുറച്ച് എലമെന്റ്സിനെ എടുത്തിട്ട് അതായത് ഇതിന്റെ ഒരു സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ ബാർ ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. ഇനി നമ്മുടെ ചോദ്യം ഇപ്പൊ ഇതായിരിക്കും: ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ ആണല്ലോ? അപ്പൊ നമ്മൾ പറഞ്ഞിട്ടുണ്ട് എന്താ? എയിലെ ഏതൊക്കെ എലമെന്റ് ഉണ്ടോ എ എന്ന് പറഞ്ഞ ഒരു എലമെന്റ് എയിൽ ക്യാപിറ്റൽ ലെറ്റർ എയിൽ ഉണ്ടെങ്കിൽ, അതായത് എ എലമെന്റ് ഓഫ് എ ആണെങ്കിൽ ഏത് പെയേഴ്സ് ഉണ്ടാവണം എന്നാ പറഞ്ഞേ? എ എന്ന് പറഞ്ഞ പെയർ
നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരിക്കണം. അത്രയാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത് അല്ലെ. അപ്പൊ 1 എവിടെ ഉണ്ട്? എയിലുണ്ട്. 1 എന്ന് പറയുന്ന പേര് ഇവിടെ റിലേഷനിൽ ഉണ്ടോ? ഉണ്ട് അല്ലെ. അപ്പൊ അത് സാറ്റിസ്ഫൈഡ് ആണ്. അതേപോലെ 2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? എയിലുണ്ട്. അപ്പൊ ഇവിടെ അടുത്ത റിലേഷനിൽ ആരുണ്ട്? 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ട് അല്ലെ. അപ്പൊ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റിഫ്ലക്സീവ് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി ഒരു റിലേഷൻ കൂടി നമുക്ക് നോക്കി നോക്കാം കേട്ടോ. ഞാൻ പറയാണ് എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്നുള്ളത് എടുത്തു. ഞാനൊരു റിലേഷൻ ഡിഫൈൻ ചെയ്യാണ്. ആർ ഈക്വൽ ടു നമുക്ക് തന്നിരിക്കുന്ന 1 1 അതേപോലെ തന്നെ 2 1 ദെൻ 2 2 ഓക്കെ ദെൻ 3 2 ദെൻ എന്ത് പറഞ്ഞിരിക്കുകയാണ് 3 3 എന്ന് പറഞ്ഞിരിക്കുക. ഇങ്ങനെയുള്ള ഈ റിലേഷൻ നമ്മളോട് ചോദിക്കുകയാണ്, ഈ റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ പറയാം. അപ്പൊ എയുടെ ഉള്ളിൽ ആരുണ്ട്? 1 ഉണ്ട് അല്ലെ. 1 ഉണ്ടെങ്കിൽ റിലേഷന്റെ ഉള്ളിൽ ആര് വേണം? 1 വേണം അല്ലെ. അപ്പൊ അത് ഇവിടെ ഉണ്ട്. സാറ്റിസ്ഫൈഡ് ആയല്ലോ. ഓക്കെ. അതേപോലെ അടുത്ത എലമെന്റ് എന്ത് നമ്മൾ എടുക്കണം? 2 എടുക്കണം. അപ്പോ 2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? 2 ഉണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടായിരിക്കണം? 2 2 എന്ന് പറയുന്ന പേരുണ്ടാവും അല്ലെ. അതും നമ്മുടെ റിലേഷനിലുണ്ട്. ഓക്കെ. അടുത്തത് ആരുണ്ടായിരുന്നു? നമുക്ക് 3 ഉണ്ടായിരുന്നു. അപ്പൊ ഇവിടെ 3 3 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ റിലേഷനിൽ ഉണ്ടായിരുന്നു. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് റിലേഷൻ ആണെന്ന് പറയാം നമുക്ക്? റിഫ്ലെക്സീവ് ആയിട്ടുള്ള റിലേഷൻ ആണെന്ന് പറയാം. ക്ലിയർ ആണല്ലോ. അപ്പൊ നമ്മൾ ഇനി എപ്പോഴും റിഫ്ലെക്സീവ് എല്ലാ റിലേഷനും എപ്പോഴും റിഫ്ലെക്സീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റുമോ? ഇല്ല. അപ്പൊ അല്ലാതെ വരുന്നതിന് നമുക്കൊരു എക്സാമ്പിൾ വേണം അല്ലെ. അപ്പൊ അല്ലാതെ വരുന്നതിന് ഒരു എക്സാമ്പിൾ നമുക്ക് നോക്കാം. അപ്പൊ ഞാൻ പറയാണ് എ ഈക്വൽ ടു എന്ന് പറഞ്ഞിട്ട് തന്നെ ഒരു സെറ്റ് എടുക്കുകയാണ് ഞാൻ. 5 10 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി ഞാൻ R ഡിഫൈൻ ചെയ്ത് വെക്കാണ്. R ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 5 5 അതേപോലെ തന്നെ 5 10 അടുത്തൊരു എലമെന്റ് 10 5. ഇത്രയാണ് നമ്മുടെ എന്തുണ്ടായിരുന്നത്? റിലേഷനിൽ ഉണ്ടായിരുന്നത്. അപ്പൊ ഈ റിലേഷൻ നമ്മളോട് റിഫ്ലെക്സീവ് ആണോ നോക്കാൻ പറയാം അല്ലെ. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? എയിൽ ആരുണ്ട്? 5 ഉണ്ട്. എയിൽ 5 ഉണ്ട് എന്നുണ്ടെങ്കിൽ ആറിൽ ഏത് എലമെന്റ് വേണം നമുക്ക്? 5 എന്ന് പറയുന്ന എലമെന്റ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി അതേപോലെ അടുത്ത എലമെന്റ് എന്തുണ്ട്? 10 ഉണ്ട്. പക്ഷെ ഇവിടെ എവിടെയെങ്കിലും 10 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ നമുക്ക് എന്ത് പറയണം? ഈ റിലേഷൻ എന്ത് റിലേഷൻ അല്ല? നോട്ട് റിഫ്ലെക്സീവ് അല്ലെ. ഇത് റിഫ്ലെക്സീവ് റിലേഷൻ ആണോ? അല്ല. എന്തുകൊണ്ട് റിഫ്ലെക്സീവ് റിലേഷൻ ആവാതിരുന്നത്? 10 പറയുന്നത് എവിടെ ഉണ്ട്? എയിലുണ്ട്. ബട്ട് ഏത് എലമെന്റ് ഇല്ല? അതായത് 10 എന്ന് പറയുന്ന റിലേഷൻ എലമെന്റ് എവിടെ ഇല്ല? നമ്മുടെ റിലേഷനിൽ ഇല്ല. ഇറ്റ് ഡസ് നോട്ട് എലമെന്റ് ഓഫ് ആർ അല്ലെ. അപ്പൊ 10 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? എയിലുണ്ട്. പക്ഷെ 10 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? നമ്മുടെ റിലേഷനിൽ ഇല്ല. അതില്ലാത്തത് കൊണ്ട് തന്നെ ഇത് എന്ത് റിലേഷൻ അല്ല? നമുക്ക് റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഏറെക്കുറെ ഇപ്പൊ എന്താണ് നിങ്ങൾക്ക് റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് മനസ്സിലായിട്ടുണ്ടായിരിക്കും അല്ലെ. ഓക്കെ. ഇനി ഇപ്പൊ നമ്മള് കുറെ റിലേഷൻസ് പഠിച്ചു കേട്ടോ. എന്തൊക്കെ റിലേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നേ? ആദ്യം പറഞ്ഞ റിലേഷൻ ആയിരുന്നു ട്രിവിയൽ റിലേഷൻ. ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? R is equal to empty set, അതായത് 5 എന്ന് പറയുന്നത് അല്ലെ. അതിനുശേഷം നമ്മൾ എന്താ പഠിച്ചിട്ടുണ്ടായിരുന്നേ? യൂണിവേഴ്സൽ റിലേഷൻ. എന്താ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നേ? R is equal to A cross A അല്ലെ. കംപ്ലീറ്റ് A ക്രോസ് തന്നെ ആണ് R ആയിട്ട് എഴുതണമെങ്കിൽ ആ റിലേഷൻ എന്ത് റിലേഷൻ ആയിട്ട് മാറും? യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറയും. ഓക്കെ. അതിനുശേഷമാണ് നമ്മൾ പഠിച്ച കാര്യമായിരുന്നു നമ്മൾ പഠിച്ച കാര്യം റിഫ്ലെക്സീവ് റിലേഷൻ. എന്താ റിഫ്ലെക്സീവ് റിലേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നേ? എ റിലേഷൻ R is reflexive if A element of R for every A element of A. അതായത് എയിലെ ഏതൊരു എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എ എന്ന് പറഞ്ഞ എലമെന്റ് അവിടെ ഉണ്ടായിരിക്കണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അതായത് ഇനിയിപ്പോ പറയാണ് നമ്മുടെ സെറ്റില് 1 ഉണ്ടെങ്കിൽ റിലേഷനുള്ളിൽ ആരുണ്ടായിരിക്കണം? 1 1 ഉണ്ടായിരിക്കണം. 2 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 2 2 ഉണ്ടായിരിക്കണം. 3 ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം? 3 3 ഉണ്ടായിരിക്കണം. ഇതിൽ ഏതെങ്കിലും ഇപ്പൊ 3 ഉണ്ട് നമ്മുടെ റിലേഷനിൽ 3 3 ഇല്ല എന്ന് വിചാരിച്ചോ. അപ്പൊ ഈ റിലേഷൻ ആരാവില്ല? റിഫ്ലെക്സീവ് റിലേഷൻ ആയിട്ട് മാറില്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി അടുത്തത് നമുക്ക് അടുത്ത റിലേഷൻ കേട്ടോ. അടുത്ത റിലേഷൻ ഇവിടെ പറയുകയാണ്. ഇത് അടുത്ത റിലേഷൻ എന്ന് നോക്കിക്കേ. കൂടെ നോക്കി കാണാനുണ്ട്. ഏതാണ് അടുത്ത റിലേഷൻ എന്ന് പറയുന്നത്? സിമ്മെട്രിക് റിലേഷൻ എന്ന് പറയും. എന്താ പറഞ്ഞിട്ടുള്ളത്? ഒരു റിലേഷൻ എന്തായിട്ട് മാറണം? സിമ്മെട്രിക് റിലേഷൻ ആയിട്ട് മാറണം അല്ലെ. ഓക്കെ. അപ്പൊ നമ്മൾ പറയുകയാണ് എപ്പോഴാണ് ഒരു റിലേഷൻ സിമ്മെട്രിക് റിലേഷൻ ആവാൻ നോക്കാം അല്ലെ. ഇപ്പൊ ഞാൻ പറയാണ് നമ്മുടെ സെറ്റിന്റെ ഉള്ളില് നമുക്ക് കുറെ എലമെന്റ് കേട്ടോ. എ എന്ന് പറയുന്ന സെറ്റ് നമുക്ക് തന്നിട്ടുണ്ട്. അതിനുള്ളിൽ നമുക്ക് 1 2 3 ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ എലമെന്റ്സുകൾ തന്നിട്ടുണ്ടായിരിക്കാം. അപ്പൊ ഞാൻ സിമ്മെട്രിക് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ ഉള്ളിലെ
എലമെന്റ്സിനെ എ കോമ ബി എന്ന് വിളിക്കാം. എ കോമ ബി എവിടെ ഉണ്ടായിരിക്കണം? എയിലുണ്ട് എങ്കിൽ എ ബി എന്ന് പറയുന്ന എലമെന്റ് റിലേഷനിൽ ഉണ്ടെങ്കിൽ തിരിച്ച് ഏതും വേണം, ബി കോമ എ എന്ന് പറയുന്ന എലമെന്റും എവിടെ വേണം? റിലേഷനിൽ വേണം. അങ്ങനെ എപ്പോഴൊക്കെ എ ബി എലമെന്റ് ഓഫ് ആർ ആണോ അപ്പോഴൊക്കെ എന്ത് വേണം? ബി എ എലമെന്റ് ഓഫ് ആർ വേണം. അപ്പൊ അങ്ങനെ വരുമ്പോഴാണ് നമ്മൾ ആ റിലേഷന് എന്ത് പറയാം? സിമെട്രിക് റിലേഷൻ അല്ലെ. ഏതെങ്കിലും ഒന്നോ രണ്ടെണ്ണത്തിന് മതിയോ? പോരാ, എല്ലാത്തിനും വേണം അല്ലെ. ഏത് എ കോമ ബി എലമെന്റ് ഓഫ് ആർ എടുത്തു കഴിഞ്ഞാലും ഈ കണ്ടീഷൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെ സാറ്റിസ്ഫൈ ചെയ്യുമ്പോൾ മാത്രമാണ് നമുക്ക് ഈ റിലേഷൻ എന്ത് റിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ? സിമെട്രിക് റിലേഷൻ എന്ന് പറയാൻ പറ്റുള്ളൂ അല്ലെ. ഒന്നുകൂടി പറഞ്ഞു നോക്കിക്കേ, എന്താ സിമെട്രിക് റിലേഷൻ എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എ റിലേഷൻ ആർ ഈസ് സെറ്റ് ടു ബി സിമെട്രിക് ഇഫ് എ ബി എലമെന്റ് ഓഫ് ആർ implies that be a element of R for all a comma b element of A അല്ലെ. എയിലെ ഏത് a comma b എടുത്തു കഴിഞ്ഞാലും അല്ലെ, അപ്പോഴാണ് നമുക്ക് എന്ത് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റുക? സിമെട്രിക് റിലേഷൻ. ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടെങ്കിൽ അവിടുന്ന് തിരിച്ച് ഇങ്ങോട്ടും വേണം എന്ന് പറയുന്ന ഒരു ആസ്പെക്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്നാ കുറച്ച് എക്സാമ്പിൾസ് നോക്കിക്കഴിഞ്ഞാലോ. അതായത് ഈ പറഞ്ഞ സിമെട്രിക് റിലേഷൻ അല്ലെ നമുക്ക് വീണ്ടും ഉണ്ടാക്കാം കേട്ടോ. ആർ അല്ല എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കാം. ഓക്കെ, ഇപ്പൊ നമുക്ക് എ എന്ന് പറയുന്ന ഒരു സെറ്റ് എടുക്കണു. ഞാൻ എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിൽ ആരൊക്കെ ഉണ്ട്? അതായത് 1 ഉണ്ട്, 2 അതേപോലെ 3 വെക്കും. ഇപ്പൊ എ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലെ എലിമെന്റ്സ് ആരൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്? 1, 2, 3 എന്ന് പറഞ്ഞ എലിമെന്റ് എടുക്കും. ഓക്കെ, ഞാൻ ഇനി ഒരു റിലേഷൻ എഴുതാം കേട്ടോ. ആർ ഈക്വൽ ടു ഞാൻ എഴുതുന്നുണ്ട്. 1,1 എടുത്തിട്ടുണ്ട്, 1,2 ഉണ്ട്, അടുത്ത ആള് 2,1 ഉണ്ട്. ഓക്കെ, ഇതെന്താണ്? 2,2 ഉണ്ട്, അടുത്ത ഒരു ഇത് 3,3. ഓക്കെ, അപ്പൊ ഈ തന്നിരിക്കുന്നത് ഒരു റിലേഷൻ ആണ് അല്ലെ. അതായത് ഈ റിലേഷൻ നമുക്ക് ട്രിവിയൽ റിലേഷൻ ആണോ ഈ റിലേഷൻ തന്നിരിക്കുന്നത്? ട്രിവിയൽ അല്ല അല്ലെ. ട്രിവിയൽ ആണെങ്കിൽ എന്താ സംഭവിക്കണം? ആർ ഈക്വൽ ടു 5 ആയിട്ട് മാറണം. ഇത് എം ടി സെറ്റ് ആണോ? അല്ല, എം ടി സെറ്റ് അല്ലാത്തതുകൊണ്ട് ഇത് എന്ത് റിലേഷൻ അല്ല? ട്രിവിയൽ റിലേഷൻ അല്ല. ഇനി അടുത്തത് ചെക്ക് ചെയ്യേണ്ടത് എന്താണ്? യൂണിവേഴ്സൽ റിലേഷൻ ആണോ അല്ലെ. യൂണിവേഴ്സൽ റിലേഷൻ ആണെങ്കിൽ എന്ത് സംഭവിക്കണം? ആർ എഴുതിയത് എ ക്രോസ് എ കംപ്ലീറ്റ് ആയിട്ട് വേണം. ഇവിടെ എ ക്രോസ് എ കംപ്ലീറ്റ് ആയിട്ടുണ്ടോ? ഇല്ല. എ ക്രോസ് എ എഴുതുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഉള്ളിൽ 2, 3 എന്ന് പറഞ്ഞ എലമെന്റ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലെ. അതായത് എ ക്രോസ് എ എഴുതുമ്പോൾ അതിന്റെ ഉള്ളിൽ ആരുണ്ടായിരുന്നു? 2,3 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട്. പക്ഷെ നമ്മൾ എഴുതിയ റിലേഷനിൽ ആരില്ല? 2,3 ഇല്ല. അപ്പൊ അതുകൊണ്ട് ആരും അല്ല, യൂണിവേഴ്സൽ റിലേഷനും അല്ല. ഇനി രണ്ടാമത് പഠിച്ച റിലേഷൻ മൂന്നാമത് പഠിച്ചത് നമ്മൾ എന്തായിരുന്നു? റിഫ്ലെക്സീവ് ആണോ? റിഫ്ലെക്സീവ് ആണെങ്കിൽ 1 ഉണ്ടെങ്കിൽ എന്തുണ്ടായിരിക്കണം? 1, 1 ഉണ്ടായിരിക്കണം. ഓക്കെ, അവിടെ 1, 1 ഉണ്ട്. 2 ഉണ്ട്, അപ്പൊ ആരും വേണം? നമുക്ക് 2, 2 വേണം. അതേപോലെ 3 ഉണ്ട്, ഇവിടെ ആരും ഉണ്ട്? 3, 3 ഉണ്ട് അല്ലെ. ഈ റിലേഷൻ എന്ത് റിലേഷൻ ആയിട്ട് മാറിയിട്ടുണ്ട്? റിഫ്ലെക്സീവ് റിലേഷൻ ആയിട്ടുണ്ട്. നമ്മുടെ ചോദ്യം അതായിരുന്നോ? അല്ല അല്ലെ. നമ്മൾ എന്നോട് എന്തായിരുന്നു? സിമെട്രിക് ആണോ എന്നാണ് നോക്കണ്ടായിരുന്നത് അല്ലെ. നമ്മൾ എല്ലാ കാര്യങ്ങളും പറഞ്ഞപ്പോ അങ്ങനെ പഠിച്ചു പോയതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മളോട് എന്താ പറഞ്ഞേ? എ ബി ഉണ്ടെങ്കിൽ ആരുണ്ടായിരിക്കണം എന്നേ പറഞ്ഞിട്ടുള്ളൂ? ബി ഉണ്ട് അല്ലെ. അപ്പൊ ഇവിടെ ഞാൻ 1,2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഇവിടെ ഉണ്ട് അല്ലെ. അതായത് നമുക്കിവിടെ എന്തുണ്ട്? 1,2 എന്ന് പറയുന്ന ഒരു എലമെന്റ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ അപ്പൊ തിരിച്ച് ആരും ഉണ്ട്? 2,1 ഉണ്ട് അല്ലെ. എ ബി ഉണ്ടെങ്കിൽ ആരും ഉണ്ട്? തിരിച്ച് ബി എ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് 1,2 ഉണ്ടായിരുന്നു. അപ്പൊ തിരിച്ച് നമുക്ക് ആരും ഉണ്ട്? 2,1 ഉണ്ട്. അതുകൊണ്ട് ഈ പറഞ്ഞിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് എന്ത് റിലേഷൻ ആണെന്നാ പറയേണ്ടത്? സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയണം. മനസ്സിലായോ? അപ്പൊ ഇതാരാണെന്ന് ചോദിച്ചാൽ നമ്മൾ എന്ത് പറയണം? സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയണം. ഓക്കെ, അപ്പൊ എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ആരുണ്ടാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ? ബി എ ഉണ്ടാവണമെന്നേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ഇനി വേറെ 1-2 എക്സാമ്പിൾ നോക്കാലോ അല്ലെ. ഞാൻ വീണ്ടും നമുക്ക് പറയാം. എ ഈക്വൽ ടു ഞാൻ പറയാണ് സെറ്റ് 2, 3, 4 എന്ന് പറയുന്ന ഒരു സെറ്റ് എടുത്തു അല്ലെ. അപ്പൊ ഞാൻ ഒരു റിലേഷൻ പറയാം കേട്ടോ. ആർ ഈക്വൽ ടു എന്ന് പറയുമ്പോൾ ഞാൻ എഴുതാണ് ഇങ്ങനെ റിലേഷൻ എഴുതുന്നു. 2, 3, then 2,2, then 3, 2. ഓക്കെ, ഇത്രയേ ഉള്ളൂ. ഈ റിലേഷൻ നമ്മളോട് ചോദിച്ചിരിക്കുകയാണ്. ഇപ്പൊ രണ്ട് റിലേഷൻ നമ്മൾ പഠിച്ചല്ലോ അല്ലെ. ഏതൊക്കെ 2 റിലേഷൻ ഉണ്ടായിരുന്നേ? റിഫ്ലെക്സീവ് എന്ന് പറയുന്ന റിലേഷനും ഉണ്ടായിരുന്നു, അതേപോലെ തന്നെ സിമെട്രിക് എന്ന് പറഞ്ഞ റിലേഷനും ഉണ്ടായിരുന്നു അല്ലെ. ഓക്കെ, അപ്പോ രണ്ടും ചെക്ക് ചെയ്യാം. ഇത് റിഫ്ലെക്സീവ് ആണോ ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? റിഫ്ലെക്സീവ് ആണെങ്കിൽ ഇതിന്റെ ഉള്ളിൽ 2 ഉണ്ട് അല്ലെ. അപ്പൊ ഏത് എലമെന്റ് വേണം? 2, 2 ഉണ്ട്. അപ്പൊ ഓക്കെ, 2, 2 ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ 3 ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ 3, 3 ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം? 3 എലമെന്റ് ഓഫ് എ. 3 എവിടെ ഉണ്ട്? എയിലുണ്ട്. ബട്ട് ആരില്ല നമ്മുടെ കയ്യില്? 3,3 എന്ന് പറയുന്ന എലമെന്റ് ആറിൽ ഉണ്ടോ? ഇല്ല അല്ലെ. അതുകൊണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷൻ അല്ല? റിഫ്ലെക്സീവ് അല്ല അല്ലെ. അപ്പൊ നമ്മൾ എന്ത് പറയണം?
നോട്ട് റിഫ്ലെക്സീവ് എന്ന് പറയണം. അത്രയും ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് നോക്കേണ്ടത് എന്ത് റിലേഷൻ ആണെന്ന് നോക്കണ്ടേ? സിമെട്രിക് ആണോ എന്നാ നോക്കണ്ടേ അല്ലെ? സിമെട്രിക് ആണെങ്കിൽ ഇവിടെ നമ്മൾ 2, 3 എടുത്തു അല്ലെ? അപ്പൊ 2, 3 എടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് 2, 3 ഇതാണ് നമ്മൾ 2, 3 എടുത്തു അല്ലെ? 2, 3 എടുത്ത് അതിനെ തിരിച്ചിട്ട് എന്ത് വരണം? നമുക്ക് 3, 2 ഉണ്ടാവണം അല്ലെ? 2 ഇവിടെ ഉണ്ടല്ലോ, അതായത് 2, 3 ഉണ്ട്. അതേപോലെ തന്നെ ഇവിടെ ആരും ഉണ്ട്? 3, 2 ഉണ്ട് അല്ലെ? ഇപ്പൊ ഇത് രണ്ടും ഉണ്ടായതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ എന്താണ്? സിമെട്രിക് റിലേഷൻ ആണ് അല്ലെ? ഇനി 2, 2 ഉള്ളത് അടുത്തത്. 2, 2 തിരിച്ചിട്ടാലും എന്തെന്നെ വരിക? 2, 2 തന്നെ വരിക. അപ്പൊ നമ്മൾ ഈ എഴുതിയ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് റിലേഷൻ ആണെന്ന് നമുക്ക് പറയേണ്ടത്? ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക് റിലേഷൻ ആണെന്ന് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണെന്നാ പറഞ്ഞത്? സിമെട്രിക് റിലേഷൻ ആണെന്ന് പറഞ്ഞു. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഒരെണ്ണം കൂടി ചെയ്യാട്ടോ, നമുക്ക് കുറച്ചുകൂടി പഠിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ എ ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളിൽ എടുക്കുകയാണ് എലമെന്റ്സ് 1, 2, 3 എന്നെടുത്തു അല്ലെ? അപ്പൊ ഞാൻ R എന്ന് പറഞ്ഞ റിലേഷൻ എടുത്തിരിക്കുകയാണ്. R is equal to 1, 1. അടുത്ത എലമെന്റ് 1, 2, then 2, 1. അടുത്ത ആള് 3, 3, then 2, 3, then അടുത്തത് 3, 1, then 3, 2. ഓക്കെ, അപ്പൊ ഈ റിലേഷൻ നമുക്ക് ചെക്ക് ചെയ്യണം. എന്ത് റിലേഷൻ ആണോ നോക്കണം നമുക്ക് എന്നാ പറഞ്ഞത്? അതായത് സിമെട്രിക് റിലേഷൻ ആണോ നോക്കണം അല്ലെ? അപ്പൊ സിമെട്രിക് റിലേഷൻ ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ ആദ്യം തന്നിരിക്കുന്ന റിലേഷൻ റിഫ്ലെക്സീവ് ആണോ നോക്കിക്കേ. 1 ഉണ്ട് അല്ലെ ഇവിടെ? അപ്പൊ നമുക്ക് 1, 1 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഉണ്ട്. പക്ഷെ 2 ഉണ്ട്, ഇതിന്റെ ഉള്ളിൽ 2, 2 എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷൻ അല്ല. അതായത് നമ്മൾ പറയണം 2 എലമെന്റ് ഓഫ് എവിടെയാണ്? എയിലുണ്ട്, പക്ഷെ ആരില്ല? 2, 2 എന്ന് പറയുന്ന ആള് ഡസ് നോട്ട് എലമെന്റ് ഓഫ് ആർ. ആറിന്റെ ഉള്ളിലുള്ള എലമെന്റ് അല്ല അല്ലെ? അപ്പൊ അതുകൊണ്ട് ഇയാൾ ആരല്ല? റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. ഓക്കെ, സിമെട്രിക് ആ നോക്കണം. അപ്പൊ ഞാൻ 1, 2 എന്ന് പറയുന്ന എലമെന്റ് എടുത്തു. 1, 2 ഉണ്ടെന്നുണ്ടെങ്കിൽ തിരിച്ച് ആരും വേണം? 2, 1 വേണം അല്ലെ മക്കളെ? അപ്പൊ ഇവിടെ 1, 2 എടുത്തു. അപ്പൊ അവിടെ ആരും ഉണ്ട്? 2, 1 ഉണ്ട്. അപ്പൊ ഒരു പേരാ ശരി. ഇങ്ങനെ ഏതെങ്കിലും ഒരു പേരിന് മാത്രം ശരിയായി നോക്കിയാൽ മതിയോ? പോരെ, എല്ലാം നോക്കണം. 1, 1നെ തിരിച്ചിട്ടാലും 1, 1 തന്നെ. അപ്പൊ അത് ശരിയാണ്. ഇനി 3, 3നെ തിരിച്ചിട്ടാലും എന്തെന്നെ വരിക? അതായത് 3, 3ന് അതിനൊന്നും പ്രശ്നമല്ല അല്ലേ? ഇനി അടുത്ത ആള് നോക്കിക്കേ, 2, 3 എടുത്തു. 2, 3നെ തിരിച്ചിട്ട് കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ട്? 3, 2 ഉണ്ട്. ഓക്കെ, അപ്പൊ അതും സെറ്റായി. ഇനി അടുത്ത ആൾ ഇവിടെ ആരുണ്ട്? 3, 1 ഉണ്ട്. പക്ഷെ ഇതിന്റെ ഉള്ളിൽ ആരില്ല? 1, 3 റിലേഷനിൽ ഉണ്ടോ? നമുക്ക് ഇല്ല അല്ലെ? ഇപ്പൊ ഇല്ലാത്തോണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷൻ അല്ല? സിമെട്രിക് റിലേഷൻ അല്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്? നമ്മൾ എന്താ മനസ്സിലാക്കേണ്ടത്? തന്നിരിക്കുന്ന റിലേഷന്റെ ഉള്ളില് ഏത് എലമെന്റ് ഉണ്ട്? തന്നിരിക്കുന്ന റിലേഷന്റെ ഉള്ളിൽ ഏത് എലമെന്റ് ഉണ്ട് എന്നാ പറഞ്ഞത്? അതായത് 3, 1 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? ആറിലുണ്ട്. പക്ഷേ അതിന് തിരിച്ചിട്ടാ എന്താണ്? 1, 3 എന്ന് പറയുന്നത് എവിടെ ഇല്ല? ആറിലില്ല. അപ്പൊ നമ്മൾ എഴുതിയ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് റിലേഷൻ അല്ല? സിമെട്രിക് അല്ല അല്ലെ? അപ്പൊ ഇൻ കേസ് ഇനി ഇതിനെ ഞാൻ സിമെട്രിക് ആക്കിയിട്ട് എഴുതാൻ പറയുകയാണെങ്കിൽ എന്ത് ചെയ്താൽ മതിയായിരുന്നു? ഇതിന്റെ ഉള്ളില് ആരെയും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. 1, 3 എന്ന് കൂടിയും ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ റിലേഷൻ എന്ത് റിലേഷൻ ആയിട്ട് മാറുകയും ചെയ്യായിരുന്നു? സിമെട്രിക് റിലേഷൻ ആയിട്ട് മാറുകയും ചെയ്തായിരുന്നു. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? അത്രയും പറഞ്ഞ കാര്യങ്ങള് മനസ്സിലായി എന്ന് വിചാരിക്കണം. നമ്മൾ ഒന്നുകൂടി മനസ്സിൽ റിവൈൻഡ് ചെയ്യാം കേട്ടോ. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി മനസ്സിൽ എന്ത് ചെയ്യാം? റിവൈൻഡ് ചെയ്ത് വരിക. എന്തൊക്കെ കാര്യങ്ങളാണ് പഠിച്ചത്? റിലേഷൻ ആണ്. എന്താ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറഞ്ഞത്? അതായത് എ ക്രോസ് എയുടെ ഒരു സബ്സെറ്റുകളെയാണ് നമ്മൾ എന്ത് പറയാം? റിലേഷൻ എന്ന് പറയാം. എന്നിട്ട് നമ്മൾ പഠിച്ച കാര്യം എന്തായിരുന്നു എന്ന് പറഞ്ഞേ? ടൈപ്സ് ഓഫ് റിലേഷൻ. എത്ര ടൈപ്സ് റിലേഷൻ ഉണ്ട്? ആദ്യം പറഞ്ഞ റിലേഷൻ എന്താണെന്ന് പറഞ്ഞത്? എം ടി റിലേഷൻ. എം ടി റിലേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തായിരുന്നു? R = 5. രണ്ടാമത് പഠിച്ചത് എന്തായിരുന്നു? യൂണിവേഴ്സൽ റിലേഷൻ. എന്താ യൂണിവേഴ്സൽ റിലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്? അതായത് ആ റിലേഷൻ എന്തായിരിക്കും? R = A ക്രോസ് A ആവുന്ന റിലേഷനെയാണ് നമ്മൾ യൂണിവേഴ്സൽ എന്ന് പറഞ്ഞത്. അടുത്ത ആൾ ആരെന്നാ പറഞ്ഞിട്ടുള്ളത്? റിഫ്ലെക്സീവ് റിലേഷൻ. എന്താ റിഫ്ലെക്സീവ് റിലേഷൻ എന്ന് പറഞ്ഞാൽ? ഏതൊരു A, എലമെന്റ് ഓഫ് A എടുത്തു കഴിഞ്ഞാലും A എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടായിരിക്കണം? R-ൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഏതെങ്കിലും ഒരു എലമെന്റിന് മതിയോ? പോരാ. എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലെ എല്ലാ എലമെന്റ്സിനും ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുകയാണെങ്കിൽ അതിന്റെ റിലേഷൻ എന്ന് പറയായിരുന്നു നമുക്ക്? റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയായിരുന്നു. ഓക്കെ, ഇനി അടുത്ത റിലേഷൻ എന്ന് പറയുന്നത് ഏതാണെന്ന് പറഞ്ഞത്? സിമെട്രിക്. എന്താ സിമെട്രിക് പറഞ്ഞേ? AB R-ൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ, എന്താ പറയണ? AB R-ൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ
നമുക്ക് എന്ത് പറയണം? തിരിച്ച് ബി എ എന്ന് പറയുന്നതും എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം. അപ്പൊ അത് രണ്ടും റിലേഷനിൽ ഉണ്ടായതുകൊണ്ട് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ബി എ റിലേഷനിൽ ഉണ്ടെങ്കിൽ റിലേഷൻ സിമെട്രിക് ആയിട്ട് മാറും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി നമുക്ക് ഇനി പറയാൻ പോകേണ്ടത് അടുത്ത റിലേഷന്റെ പേരാണ്. എന്താ റിലേഷന്റെ പേര്? ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, നമ്മൾ അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്ന റിലേഷന്റെ പേര് എന്താണെന്ന് പറഞ്ഞത്? ട്രാൻസിറ്റീവ് റിലേഷൻ. ഓക്കെ, അപ്പൊ എപ്പോഴാണ് ഒരു റിലേഷൻ ട്രാൻസിറ്റീവ് ആവുക നോക്കണം. അപ്പൊ നേരെ ശ്രദ്ധിക്കണം കേട്ടോ. എന്താ വേർഡ് പറഞ്ഞിട്ടുണ്ട്? ഇഫ് എ ബി എലമെന്റ് ഓഫ് ആർ, എ ബി മാത്രമായാൽ മതിയോ? പോരാ, ആൻഡ് ബി സി എലമെന്റ് ഓഫ് ആർ. അല്ലെ, ഇങ്ങനെ ശ്രദ്ധിക്കണം. എ ബി എലമെന്റ് ഓഫ് ആർ, എ ബി എവിടെ ഉണ്ടായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. ഇത് അടുത്ത എലമെന്റ് എന്ത് വെച്ച് തുടങ്ങണം? ഈ ബി വെച്ചിട്ട് തുടങ്ങണം. അല്ലെ, ബി വെച്ച് തുടങ്ങുക പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കണം? ബി കോമ എ എലമെന്റ് ഓഫ് ആർ. ബി കോമ എ എന്ന് പറയുന്നത് എവിടെ ഉണ്ടായിരിക്കും? ആറിൽ ഉണ്ടായിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഏത് എലമെന്റ് ഉണ്ടായിരിക്കണം? എ കോമ സി എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ വരികയാണെങ്കിൽ അതായത് നമുക്ക് എന്ത് വരണം? എ ബി എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടാവണം. ഈ ബി വെച്ച് തുടങ്ങുന്ന എലമെന്റ് ആവണം അടുത്തത് ബി എ എന്ന് പറയുന്നത്. സോറി, ഇവിടെ എഴുതി മാറിപ്പോയത് കേട്ടോ. ബി സി എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടായിരിക്കണം. അപ്പൊ എ ബി ആറിലുണ്ട്, ബി സി ആറിലുണ്ട് എന്നുണ്ടെങ്കിൽ തിരിച്ച് ആര് പറയണം? എ സി എന്ന് പറയുന്നത് ഉണ്ടായിരിക്കും. എ സി എന്ന് പറഞ്ഞാൽ ഇതിലെ ഫസ്റ്റും ലാസ്റ്റ് എലമെന്റ്സ് എവിടെ ഉണ്ടായിരിക്കണം? ആറിൽ ഉണ്ടായിരിക്കണം. അങ്ങനെ ഒരു റിലേഷൻ ആണെങ്കിൽ ആ റിലേഷൻ നമ്മൾ എന്ത് പറയുന്ന പറയണത്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണെന്ന് പറയും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഡെഫിനിഷൻ മാത്രം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ട്രാൻസിറ്റീവ് റിലേഷൻ എന്നൊന്നും പെട്ടെന്ന് മനസ്സിലായിക്കോളുന്നില്ല അല്ലെ. നമുക്ക് ഒരു എക്സാമ്പിൾ നോക്കാം. എക്സാമ്പിൾ എടുത്തിട്ട് അത് ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കാം കേട്ടോ. അപ്പൊ ഞാൻ പറയാണ് എ ഈക്വൽ ടു സെറ്റിന്റെ ഉള്ളില് നമുക്ക് 2 ഉണ്ട്, 4, 7. എന്നിട്ട് ഞാൻ ഒരു റിലേഷൻ കേട്ടോ എ ക്രോസ് എഴുതിയിട്ട് അതിന്റെ ഒരു സബ്സെറ്റ് എടുക്കാണ്. ആർ എന്ന് പറയുന്നത് എടുക്കാണ്. ആർ ഈസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ 2, 4. അതേപോലെ തന്നെ അടുത്ത ആര് വരും? 4, 7. അടുത്തത് ആര് വരും? 2, 7. ദെൻ നമുക്ക് എന്ത് കിട്ടും? 4, 4. അപ്പൊ ഇതാണ് നമ്മുടെ എന്തിലുണ്ടായിരുന്നത്? ആർ എന്ന് പറയുന്ന സെറ്റിന്റെ ഉള്ളിലുള്ള. ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? ഈ സെറ്റ് എന്ന് ഈ റിലേഷൻ എന്ന് പറയുന്നത് ഇത് റിലേഷൻ ആണോ നോക്കണം. അതായത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ നോക്കണം അല്ലെ. ഇപ്പൊ ട്രാൻസിറ്റീവ് റിലേഷൻ നോക്കാം. നമുക്ക് ഇവിടെ എന്തുണ്ടായിരുന്നു? വേറെ ഒരു ഇങ്ക് എടുത്ത് പറയാം. 2, 4 ഉണ്ട്. ഇനി നമ്മൾ ചെക്ക് ചെയ്യേണ്ടത് 4ൽ തുടങ്ങുന്ന വേറെ എലമെന്റ് ഉണ്ടോ നോക്കാം അല്ലെ. 4ൽ തുടങ്ങുന്ന വേറെ ഏത് എലമെന്റ് ഇതാ 4, 7 അല്ലെ. അതായത് നമ്മൾ പറയണം 2, 4. പിന്നെ 4ൽ തുടങ്ങുന്ന എലമെന്റ് ഏതായിരുന്നു? 4, 7. അങ്ങനെയാണെങ്കിൽ ഏത് എലമെന്റ് ഉണ്ടായിരിക്കണം? 2, 7 എന്ന് പറയുന്നത് ഇതിന്റെ ഉള്ളിൽ ഉണ്ടോ നോക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ എന്തുണ്ട്? 2, 7 എന്ന് പറയുന്ന എലമെന്റ് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ ചോദിക്കും 2, 4 ഇവിടെ എടുത്തു. 4ൽ തുടങ്ങുന്ന വേറെ ഒരു എലമെന്റ് ഏതാണ് നമുക്ക് വരിക? 4, 4 എടുത്തോടെയാണ് അല്ലെ. അപ്പൊ നമുക്ക് അത് രണ്ട് ചൂസ് ചെയ്ത് എന്താ സംഭവിക്കുന്നത് നോക്കണം കേട്ടോ. അതായത് 2, 4 എടുത്തു ഞാൻ. 4ൽ തുടങ്ങുന്ന മറ്റൊരു എലമെന്റ് ആണ് ആര്? 4, 4. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഫസ്റ്റത്തെ ലാസ്റ്റത്തെ എലമെന്റ് ആരെ വരാം? 2, 4. എഗെയിൻ ആ 2, 4 ഇവിടെ തന്നെ ഇല്ലേ അല്ലെ. അപ്പൊ ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണ് നമ്മൾ പറയേണ്ടത്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. ഓക്കെ ആണല്ലോ. അപ്പൊ ഒന്നുകൂടി പറഞ്ഞുതരാം എന്താ പറയേണ്ടത് എന്ന് നോക്കിക്കേ. അതായത് 2, 4 ഉണ്ട്. അപ്പൊ ഈ 4ൽ തുടങ്ങുന്ന അടുത്ത എലമെന്റ് ഇവിടെ ഇതിൽ ഏതെങ്കിലും ഉണ്ടോ നോക്കാം. അപ്പൊ അടുത്തൊരു എലമെന്റ് ഞാൻ എടുത്തത് ഏതാണ്? 4, 7 എന്ന് പറഞ്ഞു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 2, 7 എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ ഉണ്ടായിരിക്കണം? ഇതിലുണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ ഈ റിലേഷൻ എന്ത് റിലേഷൻ എന്ന് പറയും? നമുക്ക് ട്രാൻസിറ്റീവ് റിലേഷൻ എന്ന് പറയും. ഓക്കെ ആണല്ലോ. അപ്പൊ അത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഞാൻ ഒരെണ്ണം കൂടി എക്സാമ്പിൾ ആയിട്ട് കാണിച്ചു തരാം, നമുക്ക് കുറച്ചുകൂടി മനസ്സിലാവാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പൊ ഞാൻ പറയാണ് എ ഈക്വൽ ടു 2, 3, 5 എന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആർ എന്ന് പറയുന്ന റിലേഷൻ എഴുതാണ് ഞാൻ. അടുത്ത റിലേഷൻ ആണ് സെറ്റ് ഉള്ളിൽ 2, 2, അടുത്തത് ഞാൻ എടുക്കുകയാണ് 2, 3. ദെൻ 3, 5, 3, 3, 2, 5, 5, 5 അല്ലേ. ഓക്കെ, അപ്പൊ മക്കളെ തന്നിരിക്കുന്ന റിലേഷന് നമുക്ക് എല്ലാം അങ്ങോട്ട് ചെക്ക് ചെയ്യാം അല്ലെ. എന്തൊക്കെ നമ്മൾ റിലേഷൻസാ പഠിച്ചത്? റിഫ്ലെക്സീവ് പഠിച്ചിട്ടുണ്ടായിരുന്നു, സിമെട്രിക് പഠിച്ചിട്ടുണ്ടായിരുന്നു, ട്രാൻസിറ്റീവും പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. നമ്മൾ ട്രാൻസിറ്റീവിന്റെ കാര്യം നോക്കാനാണ് പോകുന്നതെങ്കിൽ കൂടി നമുക്ക് എന്തുകൂടി പറയാം, ഇത് എല്ലാം നോക്കാം അല്ലെ. അപ്പൊ നമുക്ക് 2 ഇതിന്റെ ഉള്ളിലുണ്ട്. പിന്നെ ആരുണ്ട് ഇവിടെ? 2, 2 ഉണ്ട് അല്ലെ. പിന്നെ 3 ഇതിന്റെ ഉള്ളിലുണ്ട്. ആരുണ്ട്? 3, 3 ഉണ്ട്. 5 ഇതിന്റെ ഉള്ളിലുണ്ട്. അപ്പൊ ഇവിടെ ആരുണ്ട്? 5, 5 ഉണ്ട്. അപ്പോ
എയിലുള്ള എല്ലാ എലമെന്റ്സും എടുത്തപ്പോ 2 ഉണ്ടായിരുന്നു, അപ്പൊ ആരുണ്ട്? 2 ഉണ്ട്. 3 ഉണ്ടായിരുന്നു എയില്, അപ്പൊ 6 ആരുണ്ട്? 3 ഉണ്ട്. 5 ഉണ്ടായിരുന്നു എയില്, അപ്പൊ 6 ആരുണ്ട്? 5,5 ഉണ്ട്. അപ്പൊ ഇത്രയും എലമെന്റ്സ് അവിടെ ഉണ്ടായതുകൊണ്ട് ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്ത് റിലേഷൻ ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. റിലേഷൻ ആണെന്ന് പറയേണ്ടത്, തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് റിഫ്ലക്സീവ് റിലേഷൻ ആണെന്ന് പറയണം. ഓക്കെ ആണല്ലോ. ഇനി സിമെട്രിക് ആണോ നോക്കാം അല്ലെ. സിമെട്രിക് ആണെങ്കിൽ നമ്മളിവിടെ 2, 3 ഉണ്ട്. 2, 3 ഉണ്ടെങ്കിൽ അതിന് തിരിച്ചിട്ട് നമുക്ക് എന്ത് വരും? 3, 2 അല്ലെ. പക്ഷെ 3, 2 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ ഉണ്ടോ? 3,2 എന്ന് പറയുന്നത് ആറിൽ ഉണ്ടോ? ഇല്ല അല്ലെ, ആറിൽ ഇല്ല. അപ്പൊ 2, 3 എവിടെ ഉണ്ട്? ആറിന്റെ ഉള്ളിലുണ്ട്. തിരിച്ച് ആരില്ല? 3, 2 എന്ന് പറയുന്നത് ഇവിടെ ഇല്ല, ആറിന്റെ ഉള്ളിലില്ല. അപ്പൊ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ റിലേഷൻ എന്ന് പറയുന്നത് എന്ത് റിലേഷൻ അല്ല? സിമെട്രിക് റിലേഷൻ അല്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇനി നമുക്ക് എന്ത് നോക്കാം? ട്രാൻസിറ്റിവിറ്റി നോക്കാം അല്ലെ. ഓക്കെ, ഇപ്പൊ ട്രാൻസിറ്റിവിറ്റി നോക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓരോന്നായിട്ട് എടുക്കാം കേട്ടോ. 2, 2 എടുക്കും. അപ്പൊ ഈ 2 വെച്ച് തുടങ്ങുന്ന വേറെ എലമെന്റ് ഉണ്ടോ? നോക്കി, ഉണ്ട്. ഇവിടെ ഏതുണ്ട്? 2, 3 ഉണ്ട് അല്ലെ. അപ്പോ 2 വെച്ചിട്ട് തുടങ്ങണം. അങ്ങനെയാണെങ്കിൽ ഇവിടെ വീണ്ടും ആര് വേണം? 2, 3 വേണം. അത് ഓൾറെഡി ഇവിടെ ഉണ്ടല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ അത് ഇതായി. ഇനി അടുത്ത എലമെന്റ് എടുക്കുക. 2, 3 എടുക്കും. 3 തുടങ്ങുന്ന വേറെ എലമെന്റ് ഉണ്ടോ? ഉണ്ട്. ആരുള്ളത് ഇവിടെ? 3, 5 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ നമുക്ക് ആര് വേണം? ഫസ്റ്റത്തെ ലാസ്റ്റത്തെ നമുക്ക് 2, 5 വേണം. അതിവിടെ ഉണ്ടോ? ഉണ്ട്. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഇനി അതേപോലെ തന്നെ ഇപ്പൊ നിങ്ങൾ 2, 3 എടുക്കുന്ന സമയത്ത് 3 തുടങ്ങുന്ന വേറെ എലമെന്റ് ഏതാ? 3, 3 എടുത്തുകൂടെയും ചോദിക്കാം അല്ലെ. അപ്പൊ നമുക്ക് ഫസ്റ്റത്തെ ലാസ്റ്റത്തെ എലമെന്റ് പറയുമ്പോ ഏത് പറയണം? 2ഉം 3ഉം പറയണം അല്ലെ. അപ്പൊ അതും ഇവിടെ ഓൾറെഡി ഉണ്ട് അല്ലെ. ഓക്കെ, അപ്പൊ ഇനി അടുത്തത് ആരെടുക്കണം? അതായത് 2, 5. 5 തുടങ്ങുന്ന അടുത്ത എലമെന്റ് ആരാ? 5, 5 ആണ്. അങ്ങനെയാണെങ്കിൽ വീണ്ടും ഇവിടെ ആരുണ്ട്? 2, 5 അതിൻ്റെ ഉള്ളു അല്ലെ. അപ്പൊ ഇത് എഴുതിയിരിക്കുന്ന റിലേഷൻ എന്ത് റിലേഷൻ ആണെന്ന് നമ്മൾ പറയേണ്ടത്? ട്രാൻസിറ്റീവ് റിലേഷൻ ആണ് അല്ലെ. അപ്പൊ ഈ തന്നിരിക്കുന്ന R എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാ പറഞ്ഞത്? റിഫ്ലക്സീവ് ആണ്, അതേപോലെ തന്നെ ആരുമാണ്? ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ആരല്ല? ഇത് റിലേഷൻ അല്ല എന്നാ പറയണ്ടേ? റിലേഷൻ എന്നല്ല എന്ന് പറയണം. ഈ റിലേഷൻ സിമെട്രിക് റിലേഷൻ അല്ല എന്ന് പറയണം. അത്രയും ഭാഗം ക്ലിയർ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, ഇനി ഇതെല്ലാം കഴിഞ്ഞിട്ട് നമ്മൾ കോമൺ ആയിട്ട് അടുത്തത് പറയാൻ പോവാണ്. അടുത്ത റിലേഷന്റെ പേരാണ്, ശ്രദ്ധിക്കണം, റിലേഷന്റെ പേരാണ് ഇക്വിവാലൻസ് റിലേഷൻ. എന്താ റിലേഷന്റെ പേര് എന്ന് പറഞ്ഞത്? ഇക്വിവാലൻസ് റിലേഷൻ. ഓക്കെ, അപ്പോ എപ്പോഴാണ് ഒരു റിലേഷൻ ഇക്വിവാലൻസ് റിലേഷൻ ആണെന്ന് പറയാന്ന് നോക്കണം. എന്താ പറയുന്നത്? എപ്പോഴാണ് ഒരു റിലേഷൻ ഇക്വിവാലൻസ് റിലേഷൻ ആണ് നോക്കാം. ഓക്കെ, അപ്പൊ ഡെഫിനിഷൻ നോക്കിക്കേ. എ റിലേഷൻ ആർ ഇൻ എ സെറ്റ് എ is said to be an equivalence relation അല്ലെ. a relation R on a set A is said to be an equivalence relation if എന്തൊക്കെ കണ്ടീഷൻ പറഞ്ഞിരിക്കുന്നത്? R is reflexive, symmetric and transitive അല്ലെ. R എന്തായിട്ട് മാറണം? റിഫ്ലെക്സീവ് ആവണം, അതേപോലെ തന്നെ ആര് ആവണം? സിമെട്രിക് ആവണം, അതേപോലെ തന്നെ എന്തായിട്ട് മാറണം? ട്രാൻസിറ്റീവ് ആയിട്ട് മാറണം. ഒരു റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയണമെന്നുണ്ടെങ്കിൽ അതെന്തൊക്കെയായിട്ട് മാറണം എന്നാ പറഞ്ഞേ? റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക് ആവണം, അതേപോലെ തന്നെ എന്താവണം? ട്രാൻസിറ്റീവ് ആവണം. ഓക്കെ ആണല്ലോ പറഞ്ഞത്. ഓക്കെ, അപ്പൊ നമ്മള് ഇപ്പൊ എന്തുകൂടിയാ പഠിച്ചേ? ഒന്നുകൂടി കൺക്ലൂഡ് ചെയ്ത് പറയാം കേട്ടോ. എങ്ങനെ കൺക്ലൂഡ് ചെയ്ത് പറയേണ്ടത്? നമ്മള് കുറച്ച് റിലേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. എന്തൊക്കെയാണ്? ടൈപ്പ് ഓഫ് റിലേഷൻ. എന്തൊക്കെയാ ടൈപ്പ് ഓഫ് റിലേഷൻ എന്ന് പറഞ്ഞത്? ആദ്യത്തെ റിലേഷൻ എന്താന്ന് പറഞ്ഞത്? എംപ്റ്റി റിലേഷൻ. പിന്നെ പറഞ്ഞ റിലേഷന്റെ പേരെന്താ പറഞ്ഞേ? യൂണിവേഴ്സൽ റിലേഷൻ. ഈ രണ്ട് റിലേഷനെ കൂടി നമ്മൾ ടുഗദർ ആയിട്ട് എന്ത് പറയുന്ന പറഞ്ഞത്? എന്താ ടുഗദർ ആയിട്ട് പറയാന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് റിലേഷൻ കൂടി ചേർന്ന് കഴിഞ്ഞാല് അതിന് അതായത് രണ്ട് റിലേഷൻസിനെയും ചേർത്തിട്ട് പറയുന്ന പേരാണ് ട്രിവിയൽ റിലേഷൻസ് അല്ലെ. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പഠിച്ച കാര്യമാണ് ആര്? റിഫ്ലെക്സീവ് റിലേഷൻ, സിമെട്രിക് റിലേഷൻ ആൻഡ് ട്രാൻസിറ്റീവ് റിലേഷൻ അല്ലെ. ഒരു റിലേഷൻ എന്ന് പറയുന്നത് സിമെട്രിക്കും ആവാണ്, അതേപോലെ തന്നെ ട്രാൻസിറ്റീവ് ആവാണ്, റിഫ്ലെക്സീവ് ആവാണ്. മൂന്ന് ഒരുമിച്ച് വരികയാണെങ്കിൽ റിലേഷൻ നമുക്ക് എന്ത് റിലേഷൻ എന്നാ പറയാൻ പറ്റുക എന്ന് പറഞ്ഞത്? ഇക്വാലൻസ് റിലേഷൻ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എന്തായി? നമുക്ക് എല്ലാം അറിയാം. ഇത്രയും കാര്യങ്ങൾ അറിയുകയാണെങ്കിൽ നമുക്ക് എന്തായി? എല്ലാം അറിയാം അല്ലെ. അപ്പൊ നമ്മൾ ഇനി എന്ത് ചെയ്യാൻ പോവാണ്? കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പോവാണ്. ഓക്കെ, അപ്പൊ നോക്കാം. നമുക്ക് ഇവിടെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റ്യൻ നോക്കാൻ പറഞ്ഞിട്ടുള്ളതെന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്താണ്? അതായത് തന്നിരിക്കുന്ന ഒരു റിലേഷൻ തന്നിരിക്കുക നമുക്ക് അല്ലെ. റിലേഷൻ തന്നിരിക്കുന്ന റിലേഷൻ എന്താണെന്ന് ചെക്ക് ചെയ്യണം നമുക്ക്. അതായത് റിഫ്ലെക്സീവ് ആണോ, അതേപോലെ തന്നെ സിമെട്രിക് ആണോ, അതേപോലെ തന്നെ എന്താണോ നോക്കണം? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം കേട്ടോ. ഇപ്പൊ തന്നിരിക്കുന്ന ചോദ്യം വായിച്ചേ. ഡിറ്റർമൈൻ വെദർ ഇത് ഫോളോയിങ് ഫങ്ഷൻസ് ആർ എന്താണ്? ഡിറ്റർമൈൻ
വെദർ ദ ഫോളോയിങ് റിലേഷൻസ് ആർ റിഫ്ലെക്സീവ്, സിമെട്രിക് ആൻഡ് ട്രാൻസിറ്റീവ്. അല്ലെ, എന്താ നമ്മളോട് നോക്കാൻ പറഞ്ഞിരിക്കുന്നത്? തന്നിരിക്കുന്ന ഫംഗ്ഷൻ റിലേഷൻസ് എന്ന് പറയുന്നത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, അതേപോലെ തന്നെ ആരാണോ എന്ന് ചെക്ക് ചെയ്യണം, ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം. ഓക്കെ, ഇപ്പൊ ക്വസ്റ്റ്യൻ നോക്കാം കേട്ടോ. എന്താ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എ റിലേഷൻ ആർ ഈക്വൽ ടു, ആറിന്റെ ഉള്ളിലെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഏതൊക്കെ എലമെന്റ് തന്നിട്ടുള്ളത്? 1,1, പിന്നെ ആര് തന്നിട്ടുണ്ട്? 2,2, 3,3, 1,3, 3,2 എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എവിടെ തന്നു പറഞ്ഞിട്ടുള്ളത്? എ എന്ന് പറഞ്ഞ സെറ്റിൽ അല്ലെ. എന്താ എ എന്ന് പറഞ്ഞിട്ടുള്ള സെറ്റ് പറഞ്ഞിട്ടുള്ളത് നമ്മളോട്? എ എന്ന് പറയുന്നത് സെറ്റ് 1, 2, 3 എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ആണല്ലോ. എ ഈക്വൽ ടു സെറ്റ് 1, 2, 3 ആണ്. ഇനി നമ്മളോട് ഇത് റിഫ്ലെക്സീവ് ആണോ, സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ്. അപ്പൊ റിഫ്ലെക്സിവിറ്റി നോക്കണം എന്നുണ്ടെങ്കിൽ അല്ലെ, എന്താ റിഫ്ലെക്സീവ് നോക്കണം എന്നെങ്കിൽ ഉള്ള കണ്ടീഷൻ എന്നാ പറഞ്ഞിട്ടുള്ളത്? റിഫ്ലെക്സീവ് നോക്കണം എന്നുണ്ടെങ്കിൽ എന്റെ ഉള്ളില് ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും എ എന്ന് പറയുന്ന എലമെന്റ് എടുക്കണം അല്ലെ. അപ്പൊ 1 എവിടെ ഉണ്ട്? എയുടെ ഉള്ളിലുണ്ട് അല്ലെ. അപ്പൊ 1,1 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? അതുകൊണ്ട് ആറിലും ഉണ്ട് അല്ലെ. 1,1 ഇവിടെ ഇല്ലേ? ഉണ്ട്. ഓക്കെ, അപ്പൊ അതായി. ഇനി അടുത്ത എലമെന്റ് ആരാ? 2 എലമെന്റ് ഓഫ് എ. 2 എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? എയിലുണ്ട്. അപ്പൊ ഏത് എലമെന്റ് വേണം? 2 എന്ന് പറയുന്നത് എവിടെ ഉണ്ട്? ഓക്കെ, 2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞേ? ആറിലുണ്ട് അല്ലെ. ഇപ്പൊ എന്തുണ്ട് എന്ന് പറഞ്ഞേ? 1,1 ഉണ്ട്, 2,2 കിട്ടി. നിർത്താൻ പറ്റുമോ? ഇല്ല. അടുത്ത എലമെന്റ് ആരാണ്? 3 എന്ന് പറയുന്നത് എയിലുണ്ട് അല്ലെ. ഇപ്പൊ 3 എലമെന്റ് ഓഫ് എന്ത് പറയണം? എ ഉണ്ട്. അപ്പൊ ഇവിടെ ഏത് എലമെന്റും ഉണ്ട്? 3 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ട് അല്ലെ. ഇപ്പൊ നമുക്ക് എന്തുണ്ടായി? എയിലുള്ള ഏത് എലമെന്റ് എടുത്തു കഴിഞ്ഞാലും ഫോർ ഓൾ എ എലമെന്റ് ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമുക്ക് എന്ത് കിട്ടും? 1,1, 2,2, 3,3 എന്ന്. അതുകൊണ്ട് ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണെന്നാ പറയേണ്ടത്? നമ്മളെ റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. ഇപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ എന്ത് റിലേഷൻ ആണെന്ന് നമുക്ക് കിട്ടിയത്? റിഫ്ലെക്സീവ് റിലേഷൻ ആണെന്ന് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് എന്ത് നോക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? അടുത്ത എന്ത് റിലേഷൻ ആണോ നോക്കണം എന്നാ പറഞ്ഞിട്ടുള്ളത്? സിമെട്രിക് റിലേഷൻ ആണോ നോക്കണം അല്ലെ. എന്താ നോക്കണ്ടേ? ഒരു തന്നിരിക്കുന്ന റിലേഷൻ സിമെട്രിക് റിലേഷൻ ആണോ നോക്കണം. ഓക്കെ, അപ്പൊ റിലേഷൻ നോക്കാൻ വേണ്ടിട്ട് അല്ലെ, നമുക്ക് എന്താ സിമെട്രിക് റിലേഷന്റെ കാര്യം പറഞ്ഞത്? നമ്മളെ എന്താ പറഞ്ഞത്? എ ബി ഉണ്ടെങ്കിൽ എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ തിരിച്ച് ആരും വേണമെന്നാ പറഞ്ഞിട്ടുള്ളേ? ബി എ എലമെന്റ് ഓഫ് ആർ അല്ലെ. എ ബി എലമെന്റ് ഓഫ് ആർ ആണെങ്കിൽ തിരിച്ച് ആരും ഉണ്ടായിരിക്കണം? ബി എ എലമെന്റ് ഓഫ് ആറും ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നോക്കാം. 1,1 എടുത്തു. 1,1 തിരിച്ചിട്ടാലും എന്തെന്നെ വരിക? 1,1 തന്നെ വരിക. അപ്പൊ ഓക്കെ, റെഡിയാണ്. 2,2 എടുത്തു. തിരിച്ചിട്ടാലും നമുക്ക് എന്തെന്നെ വരിക? 2,2 തന്നെ വരിക. ഓക്കെ, 3,3 എടുത്തിട്ടാലും തിരിച്ചിട്ടാലും നമുക്ക് എന്ത്? 3,3 വരിക. അപ്പൊ ഇവിടെ നോക്കാം, 1,3 ഉണ്ട് അല്ലെ. 1,3 നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആര് തിരിച്ചു വേണം? 3,1 വേണം അല്ലെ. നമുക്ക് എന്താ പറയാൻ പറ്റുക? 1,3 എലമെന്റ് ഓഫ് ആർ അല്ലെ. 1,3 എവിടെ ഉണ്ട്? ആറിലുണ്ട്. പക്ഷേ ആരില്ല? ഇത് പറയണം, ബട്ട് 3,1 എന്ന് പറയുന്നത് ഡസ് നോട്ട് എലമെന്റ് ഓഫ് ആർ. ഒക്കെയാണല്ലോ പറഞ്ഞത്. 1,3 എലമെന്റ് ഓഫ് ആർ ആണ്, പക്ഷെ ആരില്ല? 3,1 ഡസ് നോട്ട് എലമെന്റ് ഓഫ് ആർ. തിരിച്ചതിന്റെ ഉള്ളിലില്ല അല്ലെ. അപ്പൊ അതുകൊണ്ട് ഇയാൾ ആരാ? അല്ല, സിമെട്രിക് അല്ല. ഓക്കെ, ഇനി ഏതെങ്കിലും ഒന്നായാൽ തന്നെ നമുക്ക് സിമെട്രിക് അല്ല. ഇനി വേറെ വേണമെങ്കിൽ പറയണമെങ്കിൽ എപ്പോഴും ഒരാൾക്ക് 1,3 മാത്രം പറഞ്ഞാൽ മാത്രമേ ആവുക? അല്ല, നമുക്ക് തിരിച്ചും പറയാം കേട്ടോ. ആരെയാണ് നമുക്ക് പറയാം? 3,2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? ആറിലുണ്ട്. പക്ഷെ ആരില്ല അവിടെ? 2,3 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? ആറിലില്ല. അപ്പൊ അതുകൊണ്ടും ഇത് എന്ത് റിലേഷൻ അല്ല എന്ന് നമുക്ക് പറയാം. ഈ റിലേഷൻ എന്ത് റിലേഷൻ അല്ല? സിമെട്രിക് റിലേഷൻ അല്ല. അപ്പൊ നമുക്ക് എന്ത് പറയാൻ പറ്റും? എ എന്ന് പറയുന്നത് ഈസ് നോട്ട് എ സിമെട്രിക് റിലേഷൻ. ഓക്കെ, അത്രയും ഭാഗം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഇനി ഒരെണ്ണം കൂടി നമുക്ക് നോക്കാണ്ടല്ലോ. ആരാ നോക്കാൻ തന്നിട്ടുള്ളത്? തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ നോക്കണം അല്ലെ. എന്താ പറഞ്ഞിട്ടുള്ളത്? തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ട്രാൻസിറ്റീവ് റിലേഷൻ ആണോ നോക്കണം അല്ലെ. ഇപ്പൊ എങ്ങനെ ട്രാൻസിറ്റിവിറ്റി നോക്കാന്ന് പറഞ്ഞേ? 1,1 ഉണ്ട് അല്ലെ. 1 വെച്ച് തുടങ്ങുന്ന വേറെ വല്ല എലമെന്റ് ഉണ്ടോ നോക്കിക്കേ? ഉണ്ട് അല്ലെ. 1,3 ഉണ്ട്. അപ്പൊ ഏത് എലമെന്റ് വേണം നമുക്ക്? അതായത് ആദ്യത്തെയും ലാസ്റ്റത്തെ എലമെന്റ്. ആദ്യത്തെ ലാസ്റ്റത്തെ എലമെന്റ് ഏതാണ്? 1,3. പക്ഷെ 1,3 അതിന്റെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതെന്തല്ല? ട്രാൻസിറ്റീവ് അല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ ഇങ്ങനെ നോക്കാം കേട്ടോ. എന്താ ഞാൻ പറഞ്ഞത്? 1,1 എന്ന് പറഞ്ഞ എലമെന്റ് എവിടെ ഉണ്ട്? ആറിലുണ്ട്. പിന്നെ ഏത് എലമെന്റ് ഉണ്ട്? 1 തുടങ്ങുന്ന മറ്റൊരു എലമെന്റ് ആണ് ഏതാണ്? 1,3 എന്ന് പറയുന്നത്. ഇതും എവിടെ ഉണ്ട്? ആറിലുണ്ട്. അങ്ങനെയാണെങ്കിൽ ഏത് രണ്ട് എലമെന്റ് വേണം? ഇങ്ങനെയുള്ള 1,3 സോറി കേട്ടോ, പറഞ്ഞതിൽ ഒരു എറർ വന്നു. അതായത് നമുക്ക് 1,1 ഉണ്ട്, അതേപോലെ 1,3 ഉണ്ട്. അപ്പൊ തിരിച്ച് ആരുണ്ട്? 1,3 എന്ന് പറയുന്ന എലമെന്റും ആറിലുണ്ട്. അപ്പൊ ഓക്കെ, അവിടെ അത് എന്തായിട്ട് മാറി? ഓക്കെ ആയിട്ട് മാറി. ഓക്കെ, ഇനി അപ്പൊ അത് നോക്കണ്ട. ഇനി അടുത്ത് നോക്കാം. 2,2 എടുത്തു.
2 വെച്ച് തുടങ്ങുക 2ന്റെ വെച്ച് തുടങ്ങുന്ന വേറെ എലമെന്റ് ഉണ്ടോ? ഇല്ല. 3 എടുത്തു. 3 വെച്ച് തുടങ്ങുന്ന എലമെന്റ് വീണ്ടും ആരാളെ 3 എടുത്തു. 3 വെച്ച് 3 ഇട്ടു. അപ്പൊ വീണ്ടും ആര് വേണം? 3 ഇട്ടു. ആ 3 ഇവിടെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇനി അതും ചെക്ക് ചെയ്യേണ്ട കാര്യമില്ല. ഓക്കെ, നമുക്ക് ഇനി അടുത്തത് പറയേണ്ടത് അടുത്ത എലമെന്റ് അല്ലെ ഏതാ? ഇവിടുന്ന് ഒരു എലമെന്റ് കൂടി ഇവിടെ ബാക്കിയുണ്ട്. ഏതാണ്? 1 3 എടുത്തു. 1 3 എടുത്ത 3 തുടങ്ങുന്ന അടുത്ത എലമെന്റ് ആരാണ്? 3 2 ആണ്. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ആദ്യത്തെ ലാസ്റ്റത്തെ എലമെന്റ് ആര് വരും? 1 2 എന്ന് പറഞ്ഞ എലമെന്റ് വരും അല്ലെ? ആ 1 2 ഇതിലുണ്ടോ? ആറിലുണ്ടോ? ഇല്ല. അതുകൊണ്ട് അത് ആരല്ല? ട്രാൻസിറ്റീവ്. എല്ലാ പെയർ എടുത്ത് നോക്കണം കേട്ടോ. നമുക്ക് അല്ലാന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു പെയർ എടുത്താൽ മതി. ആണെന്ന് കാണിക്കണമെങ്കിൽ നമുക്ക് എല്ലാ പെയറും എടുത്ത് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പൊ ഇവിടെ ഒന്നുകൂടി പറയേണ്ട കാര്യം എങ്ങനെയാണ്? ഏതൊക്കെയാണ്? 1,3 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? ആറിലുണ്ട്. ഇതേപോലെ 3 വെല്ല് വെച്ച് തുടങ്ങുന്ന എലമെന്റ് ഏതായിരുന്നു? 3,2 എന്ന് പറയുന്ന എലമെന്റും എവിടെ ഉണ്ട്? ആറിലുണ്ട്. പക്ഷേ ഏത് എലമെന്റ് ഇല്ല? 1 2 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഇല്ല? ഡസ് നോട്ട് എലമെന്റ് ഓഫ് ആറിലില്ല. അതുകൊണ്ട് ഇത് എന്തല്ല? ട്രാൻസിറ്റീവ് അല്ല എന്ന് പറയും. ഓക്കെ, അപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ എന്തും അല്ല, ട്രാൻസിറ്റീവ് അല്ല. ആകെ ഇപ്പൊ ഈ റിലേഷൻ എന്ത് റിലേഷൻ മാത്രമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നേ? റിഫ്ലെക്സീവ്. അപ്പൊ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, തന്നിരിക്കുന്ന റിലേഷൻ ഇക്വാലൻസ് റിലേഷൻ ആണോ? ഇക്വാലൻസ് റിലേഷൻ ആണോ എന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കേ. അല്ല അല്ലെ? എന്ത് റിലേഷൻ അല്ല? ഇക്വാലൻസ് റിലേഷൻ അല്ല. എന്തുകൊണ്ട് ഇക്വാലൻസ് റിലേഷൻ ആവാതിരുന്നേ? ഇക്വാലൻസ് റിലേഷൻ ആവണമെന്നുണ്ടെങ്കിൽ ഒരു റിലേഷൻ എന്തൊക്കെയായിട്ട് മാറണം എന്നാ പറഞ്ഞേ? റിഫ്ലെക്സീവ് ആവണം, സിമെട്രിക്കും ആവണം, അതേപോലെ എന്താവണം? ട്രാൻസിറ്റീവ് ആണ്. പക്ഷെ ഇവിടെ എന്തല്ല നമ്മുടെ റിലേഷൻ? അത് സിമെട്രിക്കും അല്ല, അതേപോലെ എന്തും അല്ല, ട്രാൻസിറ്റീവും അല്ല അല്ലെ? അപ്പൊ സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ലാത്തത് കൊണ്ട് തന്നിരിക്കുന്ന റിലേഷൻ എന്ത് റിലേഷൻ അല്ല? ഇക്വാലൻസ് റിലേഷൻ അല്ല. ഓക്കെ, ഇപ്പൊ നമ്മൾ എല്ലാ കേസും വെച്ചിട്ട് നോക്കാം കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടി അല്ലെ? 1 മോർ ക്വസ്റ്റ്യൻ. ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഇതേപോലെ നോക്കാം. അപ്പൊ ഇവിടെ പറഞ്ഞിട്ടുള്ള നോക്കിക്കേ, എന്താ പറയുക? ക്വസ്റ്റ്യൻ ഇങ്ങനെ തന്നിട്ടുള്ളത് എ റിലേഷൻ ഇൻ എ സെറ്റ്. ഓക്കെ, ഒരു മിനിറ്റ്. നമ്മുടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുകയാണ് എ റിലേഷൻ ഇൻ എ സെറ്റ് അല്ലെ? ഏതാ സെറ്റ് തന്നിട്ടുള്ളത്? സെറ്റിന്റെ എലമെന്റ്സ് തന്നിട്ടുണ്ട്. 1 മുതൽ ഇവിടെ വരണ്ടേ? 14 വരണ്ടേ? ഡിഫൈൻ ചെയ്തിരിക്കുകയാണ്. എങ്ങനെ ഡിഫൈൻ ചെയ്തിരിക്കണേ? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞിട്ട് അല്ലെ? ഓക്കെ, അപ്പൊ ഈ ആർ എന്ന് പറയണത് ഏത് രൂപത്തിലാണ് നമുക്ക് തന്നിട്ടുള്ളത്? ഏത് രൂപത്തിലാണ് തന്നിട്ടുള്ളത്? ആർ എന്ന് പറഞ്ഞത് ഏത് രൂപത്തിൽ തന്നു എന്ന് പറഞ്ഞിട്ടുള്ളത്? അതായത് റോസ്റ്റർ ഫോം ആണോ? അല്ല, സെറ്റ് ബിൽഡർ ഫോമിലാണ് തന്നിരിക്കുന്നത് അല്ലെ? അപ്പൊ നമുക്ക് ഇതിന്റെ ഉള്ളത്തെ എലമെന്റ്സ് എഴുതാം. ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഹിന്റ് എന്താന്ന് പറഞ്ഞിരിക്കണേ? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് എന്താ പറഞ്ഞിട്ടുള്ളത്? 3x മൈനസ് വൈ ഈക്വൽ ടു 0 അല്ലെ? 3x മൈനസ് വൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറാണ്? ഈക്വൽ ടു 0 ആയിട്ട് മാറുന്നു എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിന് നമുക്ക് ഒന്നുകൂടി അറേഞ്ച് ചെയ്യാം അല്ലെ? അതായത് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറയുകയാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് എഴുതാം? 3x ഈക്വൽ ടു വൈ എന്ന് പറയും അല്ലെ? അപ്പൊ y ഒക്കെ എന്താവണം? y എന്ന് പറഞ്ഞു കഴിഞ്ഞാല് 3x ആയിട്ട് മാറണം. അപ്പൊ നമുക്ക് ഈ റിലേഷൻ എങ്ങനെ മാറ്റി എഴുതാം? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ എന്നാ പറഞ്ഞത് അല്ലെ? എക്സ് കോമ വൈക്ക് പകരം നമുക്ക് ഇവിടെ എന്ത് പറയാം? ഇനി 3x പറയാം. ഓക്കെ ആണല്ലോ? അപ്പൊ ആറിന്റെ ഉള്ളത്തെ എലമെന്റ്സ് ഒന്ന് പറഞ്ഞേ. ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ. ഇനി നമുക്ക് പറഞ്ഞു നോക്കാം കേട്ടോ. അപ്പൊ ഇവിടെ എന്താ പറഞ്ഞേ? എക്സ് കോമ 3x. എക്സ് ഒക്കെ എവിടെ നിന്ന് എടുക്കാന്നാ പറഞ്ഞിട്ടുള്ളത്? എക്സ് ഏത് സെറ്റിൽ നിന്ന് എടുക്കണ്ടേ? നമുക്ക് ഗിവൺ തന്നിട്ടുണ്ട് അല്ലെ? ഏതാ നമ്മുടെ സെറ്റ്? എ ഈക്വൽ ടു 1 2 3 എക്സെട്ര അപ് ടു 14 വരെ അല്ലെ? അപ്പൊ ഞാൻ എക്സിന് 1 കൊടുത്തു കഴിഞ്ഞാല് വൈയുടെ വാല്യൂ എന്താ വരിക? 3x ആണ്. 3x പറഞ്ഞാൽ 3 × 1 എന്ന് പറയുമ്പോൾ 3. അപ്പൊ എന്ത് കിട്ടി നമുക്ക് ഇവിടെ? 1,3 എന്ന് കിട്ടി. ഓക്കെ, അടുത്തത് പറഞ്ഞേ. ഇനി എന്താ അടുത്ത എലമെന്റ് എടുക്കണ്ടേ? 2 എടുത്തു കഴിഞ്ഞാൽ അടുത്ത പേര് ഏത് വരും? 6 അല്ലെ? ഇനി 3 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 9. പിന്നെ 4 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 4 × 3 എന്ന് പറയുമ്പോൾ 12. ഇനി 5 എടുത്ത് ഇനി എന്ത് സംഭവിക്കും? 3 × 5 എന്ന് പറഞ്ഞാൽ 50. പക്ഷെ 15 ഇവിടെ ഉണ്ടോ? ഇല്ല. ഇവിടുത്തെ ലാസ്റ്റ് എലമെന്റ് ആരാ ഉള്ളത്? 14. അപ്പൊ നമുക്ക് ആറിന്റെ ഉള്ളിൽ ആരെ വരാനേ പാടുള്ളൂ? എന്താ ആറിന്റെ ഉള്ളിലത്തെ എലമെന്റ് വരിക? 1 3 2 6 3 9 4, 12. ക്ലിയർ ആണല്ലോ പറഞ്ഞത്? ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. എന്താ പറഞ്ഞിട്ടുള്ളത്? നമ്മുടെ റിലേഷൻ പറഞ്ഞിരിക്കുകയാണ് അല്ലെ? എന്താ പറഞ്ഞിട്ടുള്ളത്? ഇവിടെ നോക്കിക്കേ. ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 എന്ന് പറഞ്ഞു അല്ലെ? അപ്പൊ അതിന് നമ്മൾ ഒന്നുകൂടി എന്ത് ചെയ്താണ്? 3x മൈനസ് വൈ ഈക്വൽ ടു 0 പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേഗം എന്ത് ചെയ്താം? 3x ഈക്വൽ ടു വൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ y ഈക്വൽ ടു എന്താണ്? 3x. അപ്പോ ഈ y ഈക്വൽ ടു 3x-നെ ഞാൻ ഇതിവിടെ അല്ലെ എന്താണ് വൈയുടെ സ്ഥാനത്ത് ഇനി എന്താക്കി മാറ്റിയതും 3x ആയിട്ട് മാറ്റിയതും. സോ നമ്മുടെ ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് എന്താണോ എടുത്തത്
അതിന്റെ 3 ടൈംസ് ആയിരിക്കും നമ്മുടെ ഏത് കോർഡിനേറ്റ് y കോർഡിനേറ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് എന്ത് കിട്ടി? r എന്ന് പറഞ്ഞു കഴിഞ്ഞാല് r is equal to set of all x, 3x such that x എവിടെ ഉണ്ടായിരിക്കണം എന്ന് പറഞ്ഞിട്ടുള്ളത് എയിലുള്ള എലമെന്റ് ആയിരിക്കും. എന്താ എയിലുള്ള എലമെന്റ്സ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റുക? 1 2 3 എക്സെട്ര അപ് ടു 14 വരെ അല്ലെ. അപ്പൊ ഇനി നമ്മൾ എഴുതാം കേട്ടോ. അതായത് എക്സ് നമ്മൾ എന്തായിട്ട് ചൂസ് ചെയ്തു? 1 എടുത്തു. എക്സ് 1 എടുത്തു കഴിഞ്ഞാൽ y എന്ത് വരും? 3 into 1. 3 into 1 പറയുമ്പോൾ നമുക്ക് ഏത് പേര് കിട്ടും? 1 3 എന്നുള്ള എലമെന്റ് കിട്ടും. ഇനി അടുത്ത എലമെന്റ് നമ്മൾ ചൂസ് ചെയ്യേണ്ടത് ഏതെടുത്തു? 2 എടുത്തു കേട്ടോ. 2 എടുത്തപ്പോൾ നമുക്ക് ഏത് എലമെന്റ് കിട്ടി? 2,6 എന്ന് പറയുന്ന എലമെന്റ് കിട്ടി. ഓക്കെ, ഇനി അതേപോലെ നമ്മൾ എന്ത് പറയാണ്? 3 എടുത്തു കഴിഞ്ഞാല് അടുത്ത എലമെന്റ് നമുക്ക് എന്ത് കിട്ടും? 3,9. 4 എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? 4,12. എന്തുകൊണ്ട് 5 എടുക്കാഞ്ഞ്? 5 എടുത്തു കഴിഞ്ഞാൽ y എന്താ വരിക? 3 into 5 എന്ന് വെച്ചാൽ 15. പക്ഷെ 50 എന്ന് പറയുന്നത് ഈ സെറ്റിന്റെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല. അപ്പൊ നമുക്ക് 6 എഴുതൽ ഇത്രയേ ഉള്ളൂ അല്ലെ. അപ്പൊ ഇത്രയും നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജാ. എന്താ ഇത്രയും നമ്മുടെ ഇനീഷ്യൽ സ്റ്റേജാ പറഞ്ഞു കഴിഞ്ഞാല് 6 എഴുതുന്നത് വരെ നമുക്ക് എന്താണ് ഇനീഷ്യൽ സ്റ്റേജ് ആയിട്ട് കിടക്കണം. ഇനി 6 എഴുതിയാൽ മതിയോ? പോരാ അല്ലെ. 6 എഴുതിയ പോരാ. നമുക്കിത് എന്താ ചെയ്യേണ്ടത്? ഈ തന്നിരിക്കുന്ന റിലേഷൻ എന്ന് പറയുന്നത് എന്താണോ നോക്കണം നമുക്ക്. റിഫ്ലെക്സീവ് ആണോ, അതേപോലെ എന്താണ് സിമെട്രിക് ആണോ എന്നൊക്കെ നോക്കണം അല്ലെ. ഇപ്പൊ നമുക്ക് നോക്കാം. എന്താ മക്കളെ റിഫ്ലെക്സീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല്? റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എയിലുള്ള ഏത് എ എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഉള്ളിൽ ആരുണ്ടായിരിക്കണം? എ എന്ന് പറയുന്ന എലമെന്റ് ഉണ്ടാക്കും അല്ലെ. അപ്പൊ സെറ്റിന്റെ ഉള്ളിൽ ആരുണ്ട്? എ ഉണ്ട്, 1 ഉണ്ട്. ഇതിന്റെ ഉള്ളിൽ 1 1 ഉണ്ടോ? നമ്മുടെ റിലേഷൻ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. എന്താ നമ്മുടെ റിലേഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നത്? ഇതാ ഇതിന്റെ ഉള്ളിൽ 1 1 ഉണ്ടോ? ഇല്ല. 2 ഉണ്ട് എയില്. അപ്പൊ 2 2 ഉണ്ടാവണമായിരുന്നു അല്ലെ. റിഫ്ലെക്സീവ് ആവണമെന്നുണ്ടെങ്കിൽ എയുടെ ഉള്ളിൽ ഇവിടെ ആരൊക്കെ ഉണ്ട്? 1 ഉണ്ട്. അതേപോലെ 1 ഉണ്ടായാൽ ആരുണ്ടാവണം? 1 1 ഉണ്ടായിരിക്കണം. 2 ഉണ്ടായാൽ ആരുണ്ടായിരിക്കണം? 2 2 ഉണ്ടായിരിക്കണം. 3 ഉണ്ടായാൽ ആരുണ്ടായിരിക്കണം? നമുക്ക് 3 3 ഉണ്ടായിരിക്കണം. അങ്ങനെ പോയിട്ട് എവിടെ വരണ്ടേ? 13 14. അപ്പൊ 13, 13 14, 14. പക്ഷെ ഇല്ല എന്ന് പറയാ, അതായത് ഇതല്ല എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് പറഞ്ഞാൽ മതിയായിരുന്നു? ഏതെങ്കിലും ഒരെണ്ണം പറഞ്ഞാൽ മതി. അപ്പൊ നമ്മളിവിടെ എന്താ പറയാൻ പോണേ? എങ്ങനെ പറയാണ്? 1 എലമെന്റ് ഓഫ് എ അല്ലെ. എ എന്ന് പറയുന്ന സെറ്റിൽ ആരുണ്ട്? 1 ഉണ്ട്. പക്ഷേ ഏത് എലമെന്റ് ഇല്ല നമുക്ക്? 1,1 എന്ന് പറയുന്നത് ഡസ് നോട്ട് എലമെന്റ് ഓഫ് R. ആറിൽ അത് എന്തല്ല? ഒരു എലമെന്റ് അല്ല. അപ്പൊ അത് ആറിലെ എലമെന്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് ആ റിലേഷൻ എന്ത് റിലേഷൻ അല്ല എന്ന് പറയാം? റിഫ്ലെക്സീവ് റിലേഷൻ അല്ല എന്ന് പറയാം. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഓക്കെ, ഇനി നെക്സ്റ്റ് അടുത്തത് നമുക്ക് പറയേണ്ടത് എന്താണ്? സിമെട്രിക് ആണോ നോക്കണം അല്ലെ. സിമെട്രിക് ആണോ നോക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞിട്ടുള്ളത്? എ ബി ഉണ്ടെങ്കിൽ തിരിച്ച് ആരും ഉണ്ടായിരിക്കണം? ബി എ ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഇവിടുത്തെ ഫസ്റ്റത്തെ എലമെന്റിനെ നോക്കാം കേട്ടോ. 1 3 എടുത്തു. 1 3 എടുത്തായിരുന്നെങ്കിൽ നമുക്ക് ആര് വേണമായിരുന്നു? 3 1 എവിടെ വേണമായിരുന്നു? റിലേഷനിൽ വേണമായിരുന്നു അല്ലെ. പക്ഷെ ഇവിടെ ആറില് 3 1 ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ ഇങ്ങനെ എഴുതി എന്ത് വായിക്കണം? 3,1 that does not element of R. അത് ആറിലെ എന്തല്ല? എലമെന്റ് അല്ല അല്ലെ. അപ്പൊ അത് ആറിലെ എലമെന്റ് അല്ലാത്തത് കൊണ്ട് നമുക്ക് അത് എന്ത് റിലേഷൻ അല്ല? സിമെട്രിക് റിലേഷൻ അല്ല. ഇത് മാത്രം വെച്ചിട്ടാണ് പറയാൻ പറ്റുക? അല്ല. നമുക്ക് വേണമെങ്കിൽ അടുത്തൊരു പെയർ എടുക്കാം അല്ലെ. എല്ലാവർക്കും ഒരേപോലെ തന്നെ ചൂസ് ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് എന്ത് പറയാം? 2 6 എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ട്? റിലേഷനിലുണ്ട്. പക്ഷെ ഏത് എലമെന്റ് ഇല്ല? 6,2 എന്ന് പറയുന്ന എലമെന്റ് അതിന്റെ ഉള്ളില് ഇല്ല എന്ന് നമുക്ക് പറയാൻ പറ്റും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? ഇനി അടുത്തത് നമ്മൾ എന്താ ചെക്ക് ചെയ്യണം എന്നാ പറഞ്ഞിട്ടുള്ളത്? 2 ചെക്ക് ചെയ്തു കേട്ടോ. തന്നിരിക്കുന്ന റിലേഷൻ ഇപ്പൊ എന്തല്ല നമുക്ക് കിട്ടി? റിഫ്ലെക്സീവും അല്ല, അതേപോലെ സിമെട്രിക്കും അല്ല എന്ന് കിട്ടി. ഇനി അടുത്തത് നമുക്ക് നോക്കേണ്ട കാര്യം എന്തായിരുന്നു? ട്രാൻസിറ്റീവ് ആണോ എന്ന് നോക്കണം അല്ലെ. എങ്ങനെ നമുക്ക് ട്രാൻസിറ്റീവ് ആണോ നോക്കേണ്ടത്? എ ബി എലമെന്റ് ഓഫ് ആർ. എ ബി ഉണ്ടെങ്കിൽ ബിയിൽ വെച്ച് തുടങ്ങുന്ന അടുത്ത എലമെന്റ് ഉണ്ട് നോക്കാം അല്ലെ. അപ്പൊ എങ്ങനെ പറയണം? നമുക്ക് ഒന്നുകൂടി ഞാൻ മെമ്മറൈസ് ചെയ്ത് പറഞ്ഞുതരാം. എ ബി ഉണ്ടായിരിക്കണം, പിന്നെ ആരും ഉണ്ടാവണം? ബി സി ഉണ്ടായിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഏത് എലമെന്റ് റിലേഷനിൽ ഉണ്ടായിരിക്കണം എന്നാ പറയണേ? എ കോമ സി എന്ന് പറയുന്ന എലമെന്റ് എവിടെ ഉണ്ടായിരിക്കണം? റിലേഷനിൽ ഉണ്ടായിരിക്കണം അല്ലെ. നമ്മൾ ചെക്ക് ചെയ്യാൻ പോകണം കേട്ടോ. അപ്പൊ ഇതാണോ അല്ലേ നോക്കിയാൽ മതി. അല്ലാന്ന് കാണിക്കാൻ നമുക്ക് എന്ത് പറഞ്ഞാൽ മതി? ഏതെങ്കിലും ഒരൊറ്റ എക്സാമ്പിൾ വെച്ചിട്ട് പറഞ്ഞാൽ. അപ്പൊ നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് ആണോ അല്ലേന്ന് ചെക്ക് ചെയ്യാൻ പോവാണ്. അപ്പൊ എങ്ങനെ നോക്കണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഇവിടുത്തെ എലമെന്റ് അല്ലെ 1,3 ഒരു എലമെന്റ് എടുക്കാം കേട്ടോ. 1,3 എടുക്കും. 3യിൽ വെച്ച് തുടങ്ങുന്ന വേറെ എലമെന്റ് ഉണ്ടോ? ഉണ്ട് അല്ലെ. ഏതാണ്? 3,9. അപ്പൊ ഒബ്വിയസ്ലി ആര് വേണമായിരുന്നു? നമുക്കിവിടെ 1,9 എന്ന് പറയുന്ന എലമെന്റ് ഇവിടെ എന്തായിരുന്നു? വേണമായിരുന്നു അല്ലെ. ഇവിടെ 1,9 എന്ന് പറയുന്ന എലമെന്റ് അതിന്റെ ഉള്ളിൽ ഉണ്ടോ? ഇല്ല അല്ലെ. അപ്പൊ അതിലില്ലാത്തത് കൊണ്ട് ഇതെന്തായാലും അപ്പൊ നമുക്ക് പറയാൻ പറ്റുന്ന എന്താണ്? 1 3 എലമെന്റ് ഓഫ് R. അതേപോലെ തന്നെ എന്ത് പറയണം? 3,9 എലമെന്റ് ഓഫ് R ആണ്. പക്ഷെ ആരില്ല? 1,9 എന്ന് പറയുന്നത് തന്ന റിലേഷൻ ഇല്ല. ഈ റിലേഷൻ എന്ത് റിലേഷൻ അല്ല? ട്രാൻസിറ്റീവ് റിലേഷൻ അല്ല.
മനസ്സിലാവുന്നുണ്ടല്ലോ പറഞ്ഞത് അല്ലേ? ഓക്കെ. അപ്പൊ ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഈ പറഞ്ഞ റിലേഷൻ ഇപ്പൊ എന്തൊക്കെയല്ലാന്ന് നമുക്ക് കിട്ടി? റിഫ്ലെക്സീവ് അല്ല, സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവ് അല്ല. ഇപ്പൊ നിങ്ങളോട് പറയാൻ ഡിഫൈൻ എ റിലേഷൻ വിച്ച് ഈസ് നെയ്തർ റിഫ്ലെക്സീവ് നോർ സിമെട്രിക് നോർ ട്രാൻസിറ്റീവ്. അതായത് സിമെട്രിക്കും അല്ല, ട്രാൻസിറ്റീവും അല്ല, റിഫ്ലെക്സീവ് അല്ലാത്ത ഒരു റിലേഷൻ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാൽ എങ്ങനെ ഡിഫൈൻ ചെയ്താൽ മതി? എ റിലേഷൻ ഇൻ എ സെറ്റ് എ ഈക്വൽ ടു സെറ്റ് 1 ഇത്രയും സച്ച് ദാറ്റ് റിലേഷൻ എന്ത് പറയണം? അങ്ങനെ ആർ ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് വൈ സച്ച് ദാറ്റ് 3x മൈനസ് വൈ ഈക്വൽ ടു 0 അല്ലേ? ഇങ്ങനെ റിലേഷൻ ഡിഫൈൻ മതി. ഓക്കെ. ഇനി നമ്മൾ പഠിച്ച വേണ്ട കാര്യങ്ങൾ അല്ലേ, നമ്മൾ ഓരോ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പഠിച്ച എല്ലാ കാര്യങ്ങളും പറയണം. ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണ്? ഇക്വാലൻസ് റിലേഷൻ ആയിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണ്ടേ? എന്താണ് ഇക്വാലൻസ് റിലേഷൻ ആണോ? അല്ല അല്ലെ? ഇക്വാലൻസ് റിലേഷൻ അല്ല. എന്തുകൊണ്ടാ അത് ഇക്വാലൻസ് റിലേഷൻ ആവാതിരുന്നതെന്ന് പറഞ്ഞേ? എന്തുകൊണ്ടാ ആവാതിരുന്നത്? ഇക്വാലൻസ് റിലേഷൻ ആവണമെങ്കിൽ അതെന്തായിരിക്കണം? സിമെട്രിക് ആവണം, അതേപോലെ ആരും ആയിരിക്കണം? റിഫ്ലെക്സീവും ആയിരിക്കണം, ട്രാൻസിറ്റീവും ആയിരിക്കും. ഓക്കെ ആണല്ലോ പറഞ്ഞത്? അപ്പോൾ ഇതേ ടൈപ്പിൽ കേട്ടോ, ഇതേ സിമിലർ മാനറിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ക്വസ്റ്റ്യൻ കൂടി നമുക്ക് ഡിസ്കസ് ചെയ്യാം. എന്നാലാണ് നമ്മുടെ കൺസെപ്റ്റ് എന്ത് ആവുള്ളൂ? ഒന്നുകൂടി നമുക്ക് ക്ലിയർ ആവുള്ളൂ അല്ലെ? അപ്പൊ ആ കൺസെപ്റ്റ് ക്ലിയർ ആവാൻ വേണ്ടിയിട്ട് ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാട്ടോ. ഇപ്പൊ ഞാൻ ഇവിടെ ഡിഫൈൻ ചെയ്യാണ്. ആർ എന്ന് പറഞ്ഞ ഒരു സെറ്റ്, ആർ എന്ന് പറയുന്ന ഒരു റിലേഷൻ എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം? ഡിഫൈൻ ചെയ്യാട്ടോ. അപ്പൊ ആർ ഈസ് എ റിലേഷൻ ഇൻ ദ സെറ്റ് എൻ അല്ലെ? ആർ എന്ന് പറയുന്നത് ഇൻ ദ സെറ്റ് എൻ നാച്ചുറൽ നമ്പേഴ്സിലാണ് നമ്മൾ സെറ്റ് ഡിഫൈൻ ചെയ്യുന്നത് കേട്ടോ. ഓക്കെ. എങ്ങനെയാ റിലേഷൻ ഡിഫൈൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാല് ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ സച്ച് ദാറ്റ് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എന്തുകൂടി കണ്ടീഷൻ പറയണം? എക്സ് ലെസ് ദാൻ 4 ആയിരിക്കും. ഓക്കെ. അപ്പൊ എന്താ പറയണം? ആർ ഇസ് ഈക്വൽ ടു സെറ്റ് ഓഫ് ഓൾ എക്സ് കോമ വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5 ആൻഡ് എക്സ് ലെസ് ദാൻ 4 അല്ലെ? എക്സ് ലെസ് ദാൻ 4 ആണെന്ന് പറയണം. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ ഉള്ളിലത്തെ എലമെന്റുകൾ എഴുതിക്കുക നമുക്ക്. വൈ എന്ന് പറയുന്നത് എന്തായിട്ട് മാറണം? എക്സ് പ്ലസ് 1. എക്സിന് ഇവിടെ ഒരു കണ്ടീഷൻ തന്നിട്ടുണ്ട്. എക്സ് ലെസ് ദാൻ എന്താ പറഞ്ഞിട്ടുള്ളത്? 4 ആ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ഏതൊക്കെ എടുക്കാൻ പറ്റുള്ളൂ? എക്സിന് എടുക്കാൻ പറ്റുന്ന വാല്യൂസ് ആരൊക്കെ ഉണ്ടാവുള്ളൂ? 1 ഉണ്ടാവാം, 2 ഉണ്ട്, 3 ഉണ്ട് അല്ലെ? ഇനി ഏതെങ്കിലും വാല്യൂസ് എടുക്കാൻ പറ്റുമോ? ഇല്ല. ഈ എടുക്കുന്ന വാല്യൂസ് ഒക്കെ എന്ത് നമ്പേഴ്സ് ആവണം? നാച്ചുറൽ നമ്പേഴ്സ് ആവുകയും വേണം അല്ലെ? അപ്പൊ എക്സ് ലെസ് ദാൻ 4 എന്ന് പറഞ്ഞ കണ്ടീഷൻ നിന്ന് നമ്മൾ എന്ത് പറയാണ്? എക്സ് എന്ന് പറയുന്നത് ആരൊക്കെ എടുത്തു? 1, 2, 3 എടുത്തു അല്ലെ? എക്സ് 1 എടുത്ത വൈ എന്താ വരിക? അതായത് വൈ ഈക്വൽ ടു എക്സ് പ്ലസ് 5 അല്ലേ പറഞ്ഞേ അല്ലെ? അപ്പൊ നമുക്ക് റിലേഷൻ എഴുതിയൊക്കെ ആർ ഈക്വൽ ടു എങ്ങനെ എഴുതണം? സെറ്റ് എന്തൊക്കെ പറയണം? 1 എടുത്തു കഴിഞ്ഞാല് അടുത്ത എന്ത് ചെയ്യണം? 1 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 6 അല്ലെ? ഇനി അടുത്ത എലമെന്റ് ആര് വരും? 2 എടുത്തു കഴിഞ്ഞാല് 2 പ്ലസ് 5 എന്ന് പറയുമ്പോൾ അത് ആരായിട്ട് മാറും? 7 ആയിട്ട് മാറും. അടുത്ത ആൾ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? അതായത് 3 എടുത്തു കഴിഞ്ഞാല് 8. 3 ആണ് ഇതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ അല്ലെ? ഈ റിലേഷൻ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എന്ത് റിലേഷൻ ഒക്കെ ആണോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? റിഫ്ലെക്സീവ് ആവണോ, അതേപോലെ സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ നോക്കണം അല്ലെ? നമുക്ക് നമ്മുടെ സെറ്റിന്റെ ഉള്ളിൽ ആരുണ്ട്? 1 ഉണ്ട്. നിങ്ങളുടെ 1 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ? അതേപോലെ 2 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? ഇല്ല. 3 എന്ന് പറഞ്ഞ എലമെന്റ് ഉണ്ടോ? ഇല്ല. അപ്പൊ ഇയാൾ ആരല്ല? റിഫ്ലെക്സീവ് റിലേഷൻ അല്ല. എന്താ പറയേണ്ടത്? അതായത് നമുക്ക് ഇതിൽ 1 എലമെന്റോ ആണ് അല്ലെ? 1 ഉണ്ട്, പക്ഷെ ആരില്ല? 1 എന്ന് പറയുന്നത് എവിടെ ഇല്ല? റിലേഷനിലില്ല. അപ്പൊ ഇയാൾ ആരല്ല? റിഫ്ലെക്സീവ് അല്ല. ഇനി സിമെട്രിക് നോക്കണമെങ്കിൽ എങ്ങനെ പറയണം നമുക്ക്? അതായത് 1,6 ഇവിടെ ഉണ്ട്, പക്ഷെ ആരില്ല നമുക്ക് തിരിച്ച്? അതായത് 6,1 എന്ന് പറയുന്നത് ഡസ് നോട്ട് എലമെന്റ് ഓഫ് ആർ. 6,1 എവിടെ ഉണ്ടാവില്ല? ആറിൽ ഇല്ല. അതിപ്പോ ആറിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇത് എന്തല്ല? ഇത് റിലേഷനും അല്ല, സിമെട്രിക്കും അല്ല. ഓക്കെ. ഇനി ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയേണ്ടത്? ട്രാൻസിറ്റീവ് ആണോ എന്ന് ചെക്ക് ചെയ്യണം അല്ലെ? ഇത് ട്രാൻസിറ്റീവ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയണം? 1,6 ഉണ്ട്. ഓക്കെ. 6ൽ തുടങ്ങണ വേറെ എല്ലാ എലിമെന്റ് ഉണ്ടോ ഇവിടെ? ഇല്ല. 2,7 ഉണ്ട്. 7ൽ തുടങ്ങണ വേറെ വല്ല എലിമെന്റ് ഉണ്ടോ? ഇല്ല. 3,8 ഉണ്ട്. 8ൽ തുടങ്ങണ വേറെ വല്ല എലിമെന്റ് ഉണ്ടോ? ഇല്ല അല്ലെ? അപ്പൊ എ ബി ഉണ്ട്, അടുത്ത് ബി സി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ആര് വേണ്ടുള്ളൂ? എ സി വേണ്ടുള്ളൂ അല്ലെ? ഇവിടെ ബി സികൾ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് ഈ റിലേഷൻസ് ഒന്നും എന്ത് റിലേഷൻ അല്ല എന്ന് പറയാം. സോറി, ഈ റിലേഷൻ എന്ത് റിലേഷൻ ആണ്? ട്രാൻസിറ്റീവ് ആണ് അല്ലെ? അതായത് പറഞ്ഞത് മനസ്സിലായില്ലേ? 1,6 ഉണ്ട്. 6ൽ തുടങ്ങണ വേറെ എലിമെന്റ് ഉണ്ടോ? ഇല്ല. 2,7 ഉണ്ട്. 7ൽ തുടങ്ങുന്ന എലിമെന്റ്സ് വേറെ ഉണ്ടോ? ഇല്ല. 3,8 ഉണ്ട്. 8ൽ തുടങ്ങുന്ന വേറെ എലിമെന്റ് ഉണ്ടോ? ഇല്ല. നമ്മൾ ഇങ്ങനെ പറഞ്ഞത് ട്രാൻസിറ്റീവ് ആവണമെങ്കിൽ എ ബി ഉണ്ട്, പിന്നെ ആരും വേണം? ബി സി ഉണ്ടെങ്കിൽ മാത്രമാണ് ആരുണ്ടാവേണ്ടുള്ളൂ? എ സി എന്ന് പറയുന്ന എലിമെന്റ് ഉണ്ടാവുള്ളൂ.
ഇപ്പൊ നമ്മൾ ഈ ഇവിടെ ഡിഫൈൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഈ റിലേഷൻ എന്ന് പറഞ്ഞാൽ എന്ത് റിലേഷൻ ആണ് ഇപ്പൊ നമുക്ക് കിട്ടിയത്? ട്രാൻസിറ്റീവ് ആണ്, പക്ഷെ ആരും എല്ലാം റിഫ്ലെക്സീവും അല്ല, പിന്നെ ആരും എല്ലാം സിമെട്രിക്കും അല്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഈ റിലേഷൻ എന്ത് റിലേഷൻ അല്ല? ഇക്വാലൻസ് റിലേഷൻ അല്ല. ഓക്കെ ആണല്ലോ പറഞ്ഞത്. അപ്പൊ അതാ മനസ്സിലാക്കുന്നത് കേട്ടോ. അപ്പൊ ഒന്നുകൂടി നമുക്ക് ഇതുവരെ പഠിച്ചത് ഒന്നുകൂടി റിവൈൻഡ് ചെയ്യാം. നമ്മള് എന്റെ റിലേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നേ, ടൈപ്പ് ഓഫ് റിലേഷൻസ് പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആദ്യം റിലേഷൻ ആ പറയണ്ടേ. റിലേഷൻ എന്താ ചോദിച്ചാൽ എന്താ പറയണം? എ ക്രോസ് എയുടെ സബ്സെറ്റ് ആണ്. ഇനി ഏതൊക്കെ റിലേഷൻ പഠിച്ചു നമ്മള്? എം ടി റിലേഷൻ പഠിച്ചു, യൂണിവേഴ്സൽ റിലേഷൻ. രണ്ടിനും കൂടി ക്ലബ് ചെയ്തിട്ട് നമ്മൾ എന്ത്, അല്ലെങ്കിൽ ആ രണ്ട് ടൈപ്പിന് പറയുന്നതാണ് ട്രിവിയൽ റിലേഷൻ എന്ന് പറഞ്ഞു. പിന്നെ എന്താ പറഞ്ഞ? റിഫ്ലെക്സീവ് റിലേഷൻ ഉണ്ട്, സിമെട്രിക് റിലേഷൻ ഉണ്ട്, ട്രാൻസിറ്റീവ് ഉണ്ട്. ഒരു റിലേഷൻ എന്താണ്? റിഫ്ലെക്സീവും ആണ്, സിമെട്രിക്കും ആണ്, ട്രാൻസിറ്റീവും ആണെന്നുണ്ടെങ്കിൽ ആ റിലേഷൻ നമ്മൾ എന്ത് റിലേഷൻ എന്ന് പറയും? ഇക്വാലൻസ് റിലേഷൻ ആണെന്ന് പറയും. ഓക്കെ. ഇനി അപ്പൊ നമ്മൾ കുറെ എക്സാമ്പിൾസ് പഠിച്ചു അല്ലെ? ഓക്കെ. അപ്പൊ അതൊന്നുകൂടി എന്ത് ചെയ്യാം നോക്കാം. ഇനി ഒരു വർക്കായിട്ട് തരാം, ഒന്ന് ശ്രദ്ധിച്ചിട്ട് ഒരു ക്വസ്റ്റ്യന് എക്സാമ്പിൾ തരാം. ചെക്ക് ചെയ്യാണ് ഞാൻ. എ ഈക്വൽ ടു സെറ്റ് 1 2 3 എന്ന് തന്നു. നമ്മുടെ റിലേഷൻ ആണ് r ഈക്വൽ ടു 1,1 2,2. അടുത്ത ആളെന്ന് പറയാം 2,3 3,3. ഇത് എന്താണോ ചെക്ക് ചെയ്യണം. ഇതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യേണ്ടത്. അതായത് സിമെട്രിക് ആണോ, ട്രാൻസിറ്റീവ് ആണോ, റിഫ്ലെക്സീവ് ആണോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാം കേട്ടോ. അപ്പൊ അത് നിങ്ങൾക്ക് ഒരു എക്സസൈസ് ആയിട്ട് ഞാൻ തന്നിരിക്കുകയാണ്. അപ്പൊ അത് ചെയ്യും. ഓക്കെ, താങ്ക് യു. ഇത്രയും പറഞ്ഞത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.